സെക്കൻഡ് ഹാഫ് കണ്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ ഉണ്ണി മൂന്ന് സൂപ്പർ ഫാനായി മാറി. ഓൾറെഡി ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, പക്ഷേ ബ്രോക്കിനെ അറിയാം, മലയാളം സിനിമ മാത്രമല്ല ചിലപ്പോൾ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ടാവില്ല. കബീർ സിംഗ് ദുഹാന്റെ ഒരു പെർഫോമൻസ് ഉണ്ട് അവിടെ, അത്രയും ബ്രൂട്ടലായിട്ട് നിൽക്കാൻ. ഉണ്ണിച്ചാന്റെ ഒരു മാർക്കോ സ്വാഗ് എല്ലാം കണ്ടപ്പോഴാണ് ഓൾറെഡി ക്യാരക്ടറിലാണ്, ആ ഒരു ആവശ്യത്തിലാണ് ഞാനും ഷൂട്ടിംഗ് തുടങ്ങിയത്. ചിലപ്പോൾ ഉണ്ണിച്ചേട്ടൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടായിരിക്കും നമ്മളോട് ഇത്രയും സ്നേഹം കാണിക്കണത്. ഉണ്ണിച്ചേട്ടൻ ആദ്യമായിട്ട് ഞാൻ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര പേടിയായിരുന്നു, എങ്ങനെ ഞാൻ മീറ്റ് ചെയ്യും, എങ്ങനെ സംസാരിക്കും എന്നുള്ളൊരു പേടിയുണ്ടായി. അവിടെ എത്തിയപ്പോഴത്തേക്കും ഉണ്ണിച്ചേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ടാണ് പരിചയപ്പെട്ടത്. ഈ ഒരു ടീമിൻ്റെ ഒരു 3 ലീഡേഴ്സ് ഡെഫിനറ്റ് ഉണ്ട്. ഷെരീഫ് ഖാൻ നമ്മുടെ പ്രൊഡ്യൂസർ, ഉണ്ണിച്ചേട്ടൻ, ഹനീസ് സർ ഡയറക്ടർ, ഇവരാണ് നമ്മുടെ ടീമിൻ്റെ ലീഡേഴ്സ്. പക്ഷേ ടെക്നീഷ്യന്മാരെല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഫസ്റ്റ് ടൈം ആക്ടർ, എനിക്കൊരു ഇമ്പോസ്റ്റർ സിൻഡ്രോം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഞാൻ ഡിസേർവിങ് ആണോ, ഇങ്ങനത്തെ ഒരു പടത്തിൽ ഇങ്ങനത്തെ ഒരു റോൾ കിട്ടാൻ ഞാൻ ഡിസേർവിങ് ആണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വയലൻസ് കാണിക്കുമ്പോഴേ അത് ജസ്റ്റിഫൈഡ് ആണോ എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഈ ക്യാരക്ടർ ഇത്രയും വയലൻസ് കാണിക്കാൻ കേപ്പബിൾ ആണോ എന്ന് നമ്മൾ ചിന്തിക്കണം. മാർക്കോ കാണിക്കുന്ന വയലൻസ് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും വയലൻസ് കാണിക്കുന്നത്? കാരണം മാർക്കോയുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മാർക്കോ 2-നെ പറ്റിയുള്ള പ്രതീക്ഷകൾ അല്ലെങ്കിൽ മാർക്കോ 2-നെ പറ്റിയുള്ള ആഗ്രഹങ്ങൾ അതൊക്കെ എന്താ? പ്രതീക്ഷകൾ ഇതിന് മേലെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതേ ടീമാണെങ്കിൽ പിന്നെ ഡെഫിനറ്റ്ലി ഇതിന്റെ ഒരു ഡബിൾ ആയിരിക്കണം. ഏതൊരു ആക്ഷൻ ഡ്രാമയിലും അതിന്റെ റിവെഞ്ച് പ്ലോട്ടിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് ആ ബാക്ക് സ്റ്റോറിയിൽ ഒരു കഥാപാത്രം അനുഭവിക്കുന്ന വേദനയാണ്. ആ വേദനയുമായിട്ട് നമുക്ക് റെസണേറ്റ് ചെയ്യാൻ പറ്റിയാൽ പിന്നെ ആ പടം 1 ഹിറ്റാണ്. മാർക്കോയിൽ അങ്ങനെ നമുക്ക് വിക്ടറിന്റെ വേദനയോട് റെസണേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. മാർക്കോയിലെ വിക്ടറായിട്ട് നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത് ഇഷാൻ എന്ന ടാലന്റ് ആണ്. അതായത് ഞാൻ മൂവി വേൾഡ് മീഡിയയുടെ എല്ലാ സ്നേഹത്തോടും കൂടി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. നിങ്ങളുടെ ഒരു വൾണറബിലിറ്റി ഉണ്ടല്ലോ, നിസ്സഹായത, അത് ആണ് പടത്തില് തുടക്കം തൊട്ടേ എസ്റ്റാബ്ലിഷ് ചെയ്ത് പോകുന്നത്. നമുക്കൊരു പാവം തോന്നണല്ലോ, ഒരു എമ്പതി തോന്നണം ആ ക്യാരക്ടറിന്റെ അടുത്ത്. സോ എന്തായിരുന്നു വിക്ടറിന് വേണ്ടിയിട്ട് ഹനീഫ് അതിന് തന്നിട്ടുള്ള ബ്രീഫ്? ഇത് ആക്ച്വലി ഈ പാവം തോന്നുന്നതൊക്കെ അത് ഹനീസ് സാറിന്റെ ഒരു മാജിക് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്ക്രിപ്റ്റിൽ കാണുമ്പോൾ സ്ക്രിപ്റ്റിലും എഡിറ്റിലും ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ എഡിറ്റിൽ കാണുമ്പോഴാണ് അയ്യോ ഇങ്ങനെയാണല്ലേ, ശരിക്കും എനിക്ക് ഇമോഷണലി കണക്ട് ആയത് ഈ എഡിറ്റിൽ കാണുന്ന ഒരു വേർഷനിലാണ്. അപ്പോൾ ഹനീസ് സാർ തന്നൊരു ബ്രീഫ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോണ്ടിങ്ങിലാണ് ഈ ഇമോഷൻ നിൽക്കുന്നത്. എൻ്റെയും ഉണ്ണിച്ചേട്ടൻ്റെ തമ്മിൽ ഒരു ബോണ്ടിങ്, പിന്നെ എൻ്റെയും ദുർവ എൻ്റെ പേരായിട്ട് അഭിനയിച്ച അവരുടെ ബോണ്ടിങ് ആണ് നമ്മൾ ഈ പടത്തിനൊരു ഇമോഷണൽ കോർ. എല്ലാം സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ട്, ഞാൻ അധികം കാണിക്കണമെന്നില്ല. അത് ഞാൻ ഹനീസ് സാറിൻ്റെ ബ്രീഫ് വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. അപ്പോൾ ആ ബോണ്ടിങ്ങിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൂജേൻ്റെ എന്നാണ് ഞാൻ എല്ലാവരും മീറ്റ് ചെയ്യണത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഉണ്ണിച്ചേട്ടൻ്റെ കൂടെയുള്ളൊരു സീൻസ്. അപ്പോൾ ഒരു മാസം ഉണ്ടായി ഞാൻ ഉണ്ണിച്ചേട്ടൻ്റെ കൂടെ സീൻസ് ഷൂട്ട് ചെയ്യുന്ന മുമ്പ്. അപ്പോൾ ആ ഒരു ടൈമിൽ കുറച്ചും കൂടി ബോണ്ട് ചെയ്യാൻ കിട്ടി എനിക്ക് ഉണ്ണിച്ചേട്ടൻ്റെ കൂടെ. പിന്നെ സംസാരിക്കാൻ പറ്റി, ഷൂട്ടിലല്ല ലൊക്കേഷനിൽ തന്നെ. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഷൂട്ടിങ് ചെയ്യാതല്ലാതെ കുറച്ച് ടൈം ഉണ്ടായല്ലോ, അപ്പോൾ അവിടെയാണ് ഒരു ബോണ്ടിങ് ടൈം കിട്ടിയത് എനിക്ക്. അപ്പോൾ ചിലപ്പോൾ ആ ഒരു ബോണ്ടിങ് സ്ക്രീനിൽ കാണുന്നുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ മാർക്കോന്റെ ക്യാരക്ടർ ഡിസൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ വലിയേട്ടനിലൊക്കെ മമ്മൂക്ക മറ്റേ KGF കോസ്റ്റ്യൂം ഇട്ട് വന്നാൽ അത് ആ ക്യാരക്ടർ ഡിസൈൻ പറഞ്ഞത് വേറൊരു സമയത്തല്ല. കാരണം അധികം സ്നേഹം പ്രകടമാക്കാനും പറ്റില്ല മാർക്കോന് ബ്രദറിന്റെ അടുത്ത്. ഫിസിക്കലായിട്ട് കുറെ കെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒന്നും സീൻ വൈസ് ഒന്നും അതിനകത്തില്ലല്ലോ. അതല്ലാതെ നിങ്ങൾ ജസ്റ്റ് പ്രസൻസിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇവര് തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ട്, അല്ലെങ്കിൽ ഇവര് തമ്മിലാണ് ഏറ്റവും അധികം ബോണ്ടിങ് ഉള്ള ആ ഫാമിലിയുടെ നമുക്ക് മനസ്സിലാവും. സോ അതിന് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഈ ആ ഒരു മാസത്തെ ഉണ്ണിമൂന്തൻ. ഉണ്ണിച്ചേട്ടൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടി. പിന്നെ നമ്മൾ ക്യാരക്ടർ വിടാതെ എന്തെങ്കിലും കാണിക്കണല്ലോ. ഒരു മാർക്കോട് ക്യാരക്ടർ അങ്ങനെയാണല്ലോ, പുള്ളിയുടെ ഒരു സ്വാഗ് ഉണ്ട്. പിന്നെ വിക്ടറിന്റെയും ഒരു പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ടാവും അവിടെ. അപ്പൊ ഇവര് ബോണ്ട് ചെയ്യണത് ചിലപ്പോൾ സ്മോക്കിംഗ് വഴിയായിരിക്കും, ചിലപ്പോൾ വണ്ടി ഓടിക്കേണ്ടതായിരിക്കും. അത് മാർക്കോ അല്ലാതെ വേറെ ക്യാരക്ടർ അങ്ങനത്തെ ഒരു പരിപാടി ഒന്നും സമ്മതിക്കില്ല. വണ്ടി ഓടിക്കണതൊക്കെ അത് മാർക്കോയുടെ ഒരു കിക്കാണത്. വിക്ടറിനും എനിക്ക് കിട്ടുന്ന അതേ അഡ്രിനലിൻ റഷ് ഇവനക്കും കിട്ടണമെന്ന്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, ഈ ക്യാരക്ടർ ഒരു സർക്കിളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതാണ് ഹനീസ് സാർ ചെയ്യിപ്പിച്ചത്. ഇപ്പൊ ഉണ്ണിമുകുന്ദൻ എന്നുള്ള മനുഷ്യൻ ഇപ്പൊ കൂടുതൽ ടാലൻസിനെ എപ്പോഴും എന്താ പറയുക കൊണ്ടുവരാനും അല്ലെങ്കിൽ പടത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനും കാണിക്കുന്ന ഒരു ഉത്സാഹമുണ്ട്. അതിന് അദ്ദേഹം പലപ്പോഴും കാരണമായിട്ട് പറയുന്നത്, അദ്ദേഹം ഇപ്പൊ ഔട്ട്സൈഡറായിട്ട് ഫൈറ്റ് ചെയ്ത് കുറെ കാലം പെരിഫറിയിൽ നിന്ന് പിന്നെ ഇപ്പൊ ഒരു സെന്റർ ഓഫ് അട്രാക്ഷനിലേക്ക് വരാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു ട്രാവൽ ഉണ്ട്. അദ്ദേഹം തന്നെ പറയുന്നത്, എനിക്ക് എന്റെ 37-ാം വയസ്സിലാണ് ഞാനൊരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ആക്ഷൻ സ്റ്റാർ എന്നുള്ള രീതിയിലേക്ക് എത്തുന്നത്. അതിനൊരു സ്ട്രഗിൾ ഉണ്ട് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഈ പുറത്തുനിന്നുള്ള ന്യൂ കമ്പറിനോട് അദ്ദേഹം കാണിക്കുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, ഒരു വാർത്ത ഉണ്ടല്ലോ, അത് എങ്ങനെയാ എക്സ്പീരിയൻസ് ചെയ്തത്? ബ്രോ പറഞ്ഞത് കറക്റ്റ് ആണ്. കാരണം ചിലപ്പോ ഉണ്ണിച്ചേട്ടൻ
സ്ട്രഗിൾ ചെയ്തുകൊണ്ടായിരിക്കും നമ്മളോട് ഇത്രയും സ്നേഹം കാണിക്കുന്നത്. പുള്ളി അനുഭവിച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മളോട് എങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് ഉണ്ണിച്ചേട്ടന് നന്നായിട്ട് അറിയാം. അപ്പോൾ ആദ്യം തൊട്ട് തന്നെ ഞാൻ ഈ പ്രൊമോഷൻ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായി, ഞാൻ ഉണ്ണിച്ചേട്ടൻ ആദ്യമായിട്ട് ഞാൻ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര പേടിയിലായിരുന്നു. എങ്ങനെ ഞാൻ മീറ്റ് ചെയ്യും, എങ്ങനെ സംസാരിക്കും എന്നുള്ളൊരു പേടിയുണ്ടായി. കാരണം ഞാൻ ന്യൂ കമർ ആയതുകൊണ്ട് ചിലപ്പോൾ അറിയണ്ടാവില്ല ഈ പുള്ളിയാണെന്ന് അഭിനയിക്കാൻ പോകണമെന്ന്. അപ്പോൾ പക്ഷെ ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും, മൂന്നാറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, അവിടെ എത്തിയപ്പോഴത്തേക്കും ഉണ്ണിച്ചേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ടാണ് പരിചയപ്പെട്ടത്. ഓൾറെഡി ഒരു ക്ലിക്ക് ഉണ്ട് അവിടെ. എനിക്ക് ഈ ടെൻഷൻ എടുക്കണ്ടെന്ന്, അറ്റ്ലീസ്റ്റ് ഈ ഒരു ടെൻഷൻ ഇല്ല, ഇനി അഭിനയിച്ചാൽ മതി എന്ന്. അപ്പോൾ ആദ്യം തൊട്ട് തന്നെ ഇങ്ങനത്തെ ഒരു വാംത്ത് കാണിച്ചപ്പോൾ അപ്പോഴത്തേക്ക് ഒരു ബോണ്ട് തുടങ്ങിയിട്ടുണ്ടായി. എന്തായിരുന്നു ഇനീഷ്യൽ കോൺവെർസേഷൻ, ഫസ്റ്റ് മീറ്റിംഗ് ഹായ് ആ സാധനം ഉണ്ടാവും? അതെ. പിന്നെ ഓർമ്മയുണ്ട്, അത് പൂജന്റെ അന്ന് തന്നെ. അപ്പോൾ അന്ന് തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. എന്റെ ഷൂട്ടല്ല, ഞാൻ പൂജയ്ക്ക് വേണ്ടിയിട്ടാണ് വന്ന് ഉണ്ണിച്ചേട്ടൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു ഡിസ്റ്റൻസിൽ നിന്ന് തന്നെ കാണാൻ പറ്റി എങ്ങനെയാണ് അദ്ദേഹം അഭിനയിക്കണത്. അപ്പോൾ ഒരു തേർഡ് പെർസ്പെക്റ്റീവ് ഉണ്ടായി എനിക്കന്ന് ഷൂട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഒരു ഓഡിയൻസ്, ഒരു ഫാനായിട്ടാണ് ഞാൻ നിൽക്കുന്നത് അവിടെ. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ്റെ ഒരു മാർക്കോ സ്വാഗ് എല്ലാം കണ്ടപ്പോഴാണ് ഓൾറെഡി ക്യാരക്ടറിലാണ്, ഓൾറെഡി ആ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, ആ ഒരു ആവശ്യത്തിലാണ് ഞാനും ഷൂട്ടിങ് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു സ്പെഷ്യൽ സാധനമായിരിക്കും എന്ന്. കാരണം ആ ക്യാരക്ടർ കറക്റ്റായിട്ട് അന്ന് തന്നെ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ഫസ്റ്റ് ഡേ തന്നെ ഉണ്ണിച്ചേട്ടനിക്ക് ആ ക്യാരക്ടർ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു മാസ കാലയളവ് ഒരുമിച്ച് സ്പെൻഡ് ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യമല്ല. ഇതിപ്പോ വലിയ ഫിലിം മേക്കേഴ്സ് ഒക്കെ അവരുടെ ഫിലിംസിൽ ഉപയോഗിക്കാൻ നോക്കുന്ന ഒരു ടെക്നിക്കാണ്. കാരണം ആളുകൾ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാവണം. അത് ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് സിനിമയിൽ കാണിക്കാൻ പറ്റില്ല. നിങ്ങളുടെ മൊത്തം ബാക്ക് സ്റ്റോറിയും അങ്ങനെ കാണിക്കാൻ പറ്റില്ല. അധികം ഡയലോഗ്സിലാണ് അത് കമ്മ്യൂണിക്കേറ്റ് ആകുന്നത്. സോ ആ ഒരു മാസക്കാലത്തേക്ക് അപ്പൊ അദ്ദേഹം ഈ നിങ്ങളുടെ കോമൺ ഇൻട്രസ്റ്റുള്ള സിനിമകളെ പറ്റി, ജീവിതത്തെ പറ്റി, ഐ മീൻ ഈ സെലിബ്രിറ്റി ആവുന്നതിന് മുമ്പ് വരെയും ഉണ്ടാവുന്ന ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ, അതിനെപ്പറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? ശരിക്കും നമ്മൾ സംസാരിച്ചത് കുറച്ചുകൂടി ടെക്നിക്കൽ കാര്യമായിരുന്നു. ഫിലിം മേക്കിങ്ങിനെ കുറിച്ചാണ്. എനിക്ക് ആസ് എ ന്യൂ കമർ എനിക്ക് ചില ഡൗട്ട്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഫസ്റ്റ് ടേക്കിൽ ചെയ്ത അതേ സാധനമാണോ ഞാൻ സെക്കൻഡ് ടേക്കിൽ ചെയ്യേണ്ടത്, അതിന് കണ്ടിന്യൂറ്റി പ്രശ്നം ഉണ്ടാവും. എനിക്ക് അതിൻ്റെ ചില ഡൗട്ട്സ് ഒക്കെ ഉണ്ടായി. ഉണ്ണിച്ചേട്ടനാണ് ഇതൊക്കെ ക്ലിയർ ചെയ്ത് തന്നെ. അങ്ങനൊന്നുമില്ല, മീൻസ് നമ്മുടെ ഒരു ഫ്രീഡം ഉണ്ട്, അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം. പിന്നെ കണ്ടിന്യൂറ്റി അവരൊക്കെ നോക്കാൻ ADs-ഉം മറ്റേതൊക്കെ ഉണ്ടെന്ന് ഉണ്ണിച്ചേട്ടനാണ് പറഞ്ഞത്. അപ്പോൾ ഫിലിം മേക്കിങ്ങിനെ കുറിച്ചാണ് നമ്മൾ കുറച്ചും കൂടി സംസാരിച്ചത്. പിന്നെ ഉണ്ണിച്ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഇതുവരെ ഉണ്ടായ സിനിമയിലൊരു എക്സ്പീരിയൻസും പിന്നെ ലൈഫിന്റെ എക്സ്പീരിയൻസും അങ്ങനെയൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. എല്ലാ ആളുകളും ഇന്ന് അഭിനയിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ക്യാമറയുടെ മുമ്പിൽ, മൊബൈൽ ക്യാമറയുടെ മുമ്പിൽ റീൽസ് എടുക്കുന്ന ആളുണ്ട്. നമ്മളെപ്പോഴും 24/7 ഒരു CCTV-യുടെ കവറേജിലാണ് ഉള്ളത്. പക്ഷെ മൂവി ക്യാമറയുടെ അകത്ത് വരുമ്പോൾ അവിടെ നമ്മൾ കാണിക്കേണ്ട ഒരു സെറ്റ് ഓഫ് വേറെ തന്നെ ഒരു സ്കിൽ സെറ്റ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ കൈ എവിടെ പ്ലേസ് ചെയ്യണം, കാലെവിടെ പ്ലേസ് ചെയ്യണം, നമ്മൾ ഡയലോഗ്സ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെവിടെ പൊസിഷൻ ചെയ്യേണ്ടത്, ലൈറ്റ് എങ്ങനെ ക്യാച്ച് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഡിസ്കഷൻ നടന്നിട്ടുണ്ടോ? ഇങ്ങനത്തെ കാര്യങ്ങൾ ആക്ച്വലി ഞാൻ പഠിച്ചത്, ഞാൻ ഇതിനു മുമ്പ് അഭിനയിക്കുന്ന മുമ്പ് ഞാൻ കുറച്ച് നാൾ AD ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായി. റോഷൻ ആൻഡ്രൂസിനോട് സാറ്റർഡേ നൈറ്റ് എന്ന് പറഞ്ഞൊരു പടത്തിൽ ഞാൻ AD ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ ഇതിന്റെ ടെക്നിക്കൽ കാര്യങ്ങൾ അവിടെയാണ് ഞാൻ പഠിച്ചത്. പക്ഷെ ആസ് എൻ ആക്ടർ എങ്ങനെ ചെയ്യണമെന്ന് ഉണ്ണിച്ചേട്ടൻ വഴിയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ലൈറ്റ് എങ്ങനെ കാച്ച് ചെയ്യണം, കണ്ടിന്യൂറ്റി, ഇതൊക്കെ ഉണ്ണിച്ചേട്ടൻ വഴിയാണ് മനസ്സിലായത്. പക്ഷെ ക്യാമറ പേടി ഉണ്ടല്ലോ, അത് ന്യൂ കമർ എന്തായാലും ഉണ്ടാവും. അതെനിക്ക് ഉണ്ടായില്ല. കാരണം ഓൾറെഡി AD ആയിട്ട് വർക്ക് ചെയ്തപ്പോൾ ഇതെല്ലാം കുറച്ച് ആറ്റ്മോസ്ഫിയർ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു പേടി എനിക്ക് ഉണ്ടായില്ല. പിന്നെ ഒന്നാമത് ഹനീസർ എന്ന് പറയുമ്പോൾ നമ്മൾ ധോണി ക്യാപ്റ്റൻ കൂൾ എന്ന് വിളിക്കുന്നത് പോലെയാണ് ഹനീസറും. ഇത്രയും മാർക്കോ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് കുറച്ച് ഒരു വലിയ സ്കെയിലാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഹനീസർ അത്രയും കൂളായിരുന്നു. എനിക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഞാൻ ഹനീസറായിട്ടാണ് ഞാൻ ഫസ്റ്റ് പോയത്. ഹനീസറിന്റെ ഒരു കാമും കൂളൊക്കെ ഞാൻ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ തന്നെ കൂളായി മാറി. അദ്ദേഹം ഇതുവരെ അഭിമുഖങ്ങളൊന്നും കൊടുത്തതായിട്ട് എന്റെ അറിവിലില്ല, ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പൊ എന്റെ അറിവില് രാമചന്ദ്ര ബോസൻകോന് ഒരു പ്രൊമോഷൻ ആക്ടിവിറ്റി വന്ന പോലെ 2 സെന്റൻസ് അങ്ങാണ് സംസാരിച്ചത്. അപ്പൊ ഇപ്പൊ ഇത്രയും ലെസ് സ്പോക്കൺ ആയിട്ടുള്ള ഒരാള്, അല്ലെങ്കിൽ ആളുകളായിട്ട് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത കുറച്ച് കൂളായിട്ടുള്ള ഒരു മനുഷ്യൻ, അവിടെ നിന്നാണ് ഇത്രയും അധികം വയലൻസും ഇത്രയധികം ബ്രൂട്ടാലിറ്റി വരുന്നതെന്ന് പറയുന്നതിൽ തന്നെ ഒരു ശരിക്കും പറഞ്ഞാൽ നേരിട്ട് സംസാരിക്കുമ്പോൾ ഹനീസർ അത്രയും സോഫ്റ്റ് സ്പോക്കണോ ലെസ് സ്പോക്കണോ അങ്ങനെയൊന്നും അല്ല, നന്നായിട്ട് സംസാരിക്കും. ഹനീസറിന്റെ ഫുൾ ഐഡിയാസ് ആണ്. ഈ എന്റെ ക്യാരക്ടർ ഇതിലൊരു പെർഫ്യൂമറാണ്, പെർഫ്യൂം ഉണ്ടാക്കുക. ഹനീസർ വഴിയാണ്. ഹനീസറിന്റെ ഒരു പെർഫ്യൂം കളക്ഷൻ കണ്ട നെട്ടിപ്പോകും. ഹനീസറിന്റെ കളക്ഷൻ മാത്രമല്ല, ഒരു പെർഫ്യൂം നോളജ്, എന്തൊക്കെ എവിടെ നിന്നൊക്കെ പെർഫ്യൂംസ് കിട്ടുന്നുണ്ട് എനിക്ക് അറിയില്ല. അപ്പോൾ ഹനീസറിന്റെ ഒരു ചെറിയ ഭാഗം എന്ന് വെച്ചാൽ നമ്മളൊരു പെർഫ്യൂം ഉണ്ടാക്കുന്ന ഒരു സീൻ ഉണ്ട്. അത് നിങ്ങൾ പാട്ടിന്റെ ഒരു മോണ്ടാഷ് ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അവിടെ ആർട്ട് വർക്കിൽ ശരിക്കും
പെർഫ്യൂമിന് ചില സെൻസ് ഒക്കെ ഉണ്ടായി അവിടെ. അത് നമ്മൾ വെറുതെ ഇങ്ങനെ വെള്ളം വെച്ചിട്ട് അങ്ങനെ ഒന്നുമല്ല, നമ്മൾ ശരിക്കും അതിന്റെ ഒരു സെന്റും അതിന്റെ ഒരു ടെക്നിക്കും ടെക്നോളജിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് പഠിപ്പിക്കുന്നതെന്ന് ഈ ഹനീസറാണ് എനിക്ക് കാണിച്ചു തന്നത്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ചിലപ്പോൾ ഒരു പെർഫ്യൂമിനോടുള്ളൊരു താല്പര്യം, ലൈക്ക് പെർഫ്യൂമിനോട് മാത്രമല്ല, അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് പുള്ളിക്ക് എല്ലാം അറിയാം. എനിക്ക് കാണിച്ചു തന്നത് ഹനീസാണ്. ഇത് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെയാണ്, പിന്നെ നമ്മളിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞാൽ ഈ ഒരു സെന്റ് ആയിരിക്കില്ല, വേറെ സെന്റ് ആയിരിക്കും മാറാൻ പോണത്, പിന്നെ ബേസ് നോട്ട്, മിഡിൽ നോട്ട്, അങ്ങനെയൊക്കെ കുറേ ഇൻഫർമേഷൻ ആണ്. എനിക്കാണ് ഹനീസറൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ഒരു നോളജ്, ഹനീസറിൻ്റെ ഒരു പെർഫ്യൂംസിനോടുള്ള ഒരു താല്പര്യം ഈ ക്യാരക്ടറിലേക്കാണ് കൊണ്ടുവന്നത്. വിക്ടർ ബ്ലൈൻഡ് ആയിട്ട് അവിടെ എന്താ പറയാ, ആസ് എ ക്യാരക്ടർ നിങ്ങൾ പെർഫോം ചെയ്യുന്ന സമയത്ത് എനിക്കത് ഏറ്റവും പുതിയതായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പല സിനിമകളുടെ അടുത്തും ആളുകൾ ബ്ലൈൻഡ് ആയിട്ട് പെർഫോം ചെയ്യുന്നത് സിനിമകളിൽ തന്നെ ഏറെക്കുറെ റെഫറൻസ് എടുത്തിട്ടാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെ വിഷ്വലി ചാലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾക്ക് കുറെ കാര്യങ്ങൾ അറിയാം. കാരണം അതിനുള്ള ട്രെയിനിങ് സ്കൂൾസ് ഉണ്ട്, അതിനുള്ള ടെക്നിക്സ് അറിയാം അവർക്ക്. ഏറെക്കുറെ അവരിപ്പോ എല്ലാ കാര്യങ്ങളും നോർമലി ഇപ്പൊ ഫോൺസ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ അവരും കുറെ നമ്മളെ പോലെ തന്നെ സ്കിൽ സെറ്റ് ഉള്ള ആളുകളാണ്. വിക്ടർ പെർഫോം ചെയ്യുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. വിക്ടറിന്റെ ഐഡിയോളജിയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എനിക്ക് കുറച്ച് കാര്യങ്ങളില്ല നിങ്ങളെ കമ്പയർ ചെയ്തിട്ട്, പക്ഷെ സ്റ്റിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഐഡിയോളജി തന്നെ അങ്ങനെയാണ്. അപ്പൊ അതിന്റെ റെഫറൻസ് എങ്ങനെയായിരുന്നു? അതായത് സിനിമയിൽ നിന്ന് എടുക്കണ്ട, സിനിമയിലെ ഈ പരിപാടി എടുക്കണ്ട. സത്യം പറഞ്ഞാൽ എല്ലാം എടുക്കാൻ നോക്കി. ആദ്യം ഫസ്റ്റ് കാസ്റ്റ് ചെയ്തപ്പോ ഞാൻ ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഒരു സംശയം ഉണ്ടായി. ആദ്യം ഞാൻ സിനിമ റെഫറൻസസ് ആദ്യം എടുക്കാൻ നോക്കി. ഞാൻ പല സിനിമകൾ കണ്ടു ബ്ലൈൻഡ് ക്യാരക്ടേഴ്സ് ഉള്ളത്. പക്ഷെ പിന്നെ ഓക്കെ, ഇതെനിക്ക് ഞാൻ ഒപ്പം സെന്റ് ഓഫ് വുമൺ അതൊക്കെ എടുക്കാൻ നോക്കി. പക്ഷെ ഞാൻ മോഹൻലാൽ സാറും അല്ല, ആൽ പച്ചീനോ സാറും അല്ല. അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലായി എനിക്ക്. അപ്പോൾ ഓക്കെ, ഇത് വർക്കാവുന്നില്ല എനിക്ക്. പിന്നെ ഞാൻ ബ്ലൈൻഡ് ആളുകളുടെ ഇന്റർവ്യൂസ് കാണാൻ നോക്കി. പിന്നെ ബ്ലൈൻഡ് എന്ന് പറയുമ്പോൾ ഒരു രീതിയല്ല, പലർക്കും പല എക്സ്പീരിയൻസ് ആണ്. അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും അതനുസരിച്ചിട്ടായിരിക്കും ബ്ലൈൻഡ് അവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം ഞാൻ ഇതും കണ്ടിട്ട് അയ്യോ ഇതെനിക്ക് വർക്കാവുന്നില്ല എനിക്ക് തോന്നിയപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എൻ്റെ ഒരു രീതി, ഞാൻ ബ്ലൈൻഡ് ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും, ഓവറാകാതെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എല്ലാവർക്കും എവറി വൺ കെൻ സീ ഡിഫറെൻറ്റ് തിങ്സ്. ചിലവർക്ക് ലൈറ്റ്സും ഷാഡോസും കാണാം, ചിലവർക്ക് ഒന്നും കാണാൻ പറ്റില്ല, 100% ബ്ലൈൻഡ് ആയിരിക്കും. ചിലവർ സിൻസ് ബർത്ത് ബ്ലൈൻഡ് ആയിരിക്കും. അപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും. എങ്ങനെയാണ് സ്വപ്നം കാണാൻ ബ്ലൈൻഡ് ആയിട്ട്, അങ്ങനെയൊക്കെ ഞാൻ കുറേ റിസർച്ച് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഈ ഒരു മെത്തേഡിലേക്ക് ഞാൻ എത്തിയത്. പിന്നെ ഹനീസറിൻ്റെ മാജിക്കും കൂടെയാണ് അത്. ഞാൻ ക്രെഡിറ്റ് എടുത്ത ഒരിക്കലും ഞാൻ ക്രെഡിറ്റ് അങ്ങനെ എടുക്കൂല. എനിക്ക് ആക്ച്വലി മോണിറ്റർ കാണാൻ എനിക്ക് ഇഷ്ടമല്ല. കാരണം ഞാനും കുറെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും എൻ്റെ ഒരു പെർഫോമൻസ്. അത് കുറച്ച് ക്രിഞ്ചാണ് ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ അത് നിർത്തി, ഈ മോണിറ്റർ നോക്കുന്ന പരിപാടി. അപ്പോൾ ഞാൻ ഹനീസറിൻ്റെ ഒരു എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒരു കോൺഫിഡൻസ് വരുന്നത്. ഹനീസർ തംസ് അപ്പ് ഓക്കെ ടേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ അങ്ങനെ കാണാറില്ല മോണിറ്റർ. അപ്പോൾ ഹനീസറിനോടാണ് ഇതിന്റെ ഒരു ക്രെഡിറ്റ് പോകുന്നത് ശരിക്കും. ഞാൻ ചോദിച്ചു, ബ്രോ തന്നെയല്ലേ ഡബ് ചെയ്തിരിക്കുന്നത്? അതെ, ഞാൻ തന്നെയാണ്. ഡബ് ചെയ്യാന്ന് പറയുന്നതും വേറൊരു സ്കില്ലാണ്. അതെങ്ങനെയാ വർക്ക്ഔട്ട് ചെയ്തെടുത്തത്? കാരണം ഇതില് ഇപ്പൊ ചില പോർഷൻസിലൊക്കെ ചുമക്കൊക്കെ വേണം മ്യൂസിക് വെച്ചാൽ, അതൊന്നും ആർട്ടിഫിഷ്യൽ ആവാനും പാടില്ല. അതൊക്കെ എങ്ങനെ ഡബിൽ കൊണ്ടുവരുന്നത്? അത് അത്ര എളുപ്പമുള്ള കാര്യമില്ലല്ലോ. എളുപ്പമുള്ള കാര്യമില്ല ചേട്ടാ. അത് ശരിക്കും പറഞ്ഞാൽ അത് ഡബ് ചെയ്യുന്ന സമയത്ത് ഹനീസർ ഉണ്ടായി, പിന്നെ നമ്മുടെ ADs അശ്വ എന്ന് പറഞ്ഞൊരു AD ഉണ്ടായി. ഇവരൊക്കെയാണ് എൻ്റെ കൈ പിടിച്ചിട്ട് ഇത് സപ്പോർട്ട് ചെയ്തത്. ഞാൻ മാത്രം എനിക്ക് ക്രെഡിറ്റ് എടുക്കാനേ പറ്റില്ല. കാരണം മൊത്തത്തിലൊരു ടീം വർക്കാണ്. മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമ ഒരു ടീം വർക്കാണ്. ഈ ഒരു ടീമിൻ്റെ ഒരു 3 ലീഡേഴ്സ് ഡെഫിനറ്റ് ഉണ്ട്. ഷെരീഫ് ഖാൻ നമ്മുടെ പ്രൊഡ്യൂസർ, ഉണ്ണിച്ചേട്ടൻ, മാർക്കോ, ഹനീസർ ഡയറക്ടർ. ഇവരാണ് നമ്മുടെ ടീമിൻ്റെ ലീഡേഴ്സ്. പക്ഷേ ടെക്നീഷ്യന്മാരെല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ എല്ലാവരും ബെസ്റ്റ് വർക്കാണ് എൻ്റെ അഭിപ്രായത്തിൽ. നമ്മുടെ DOP ചന്ദ്രു സാറിൻ്റെ ബെസ്റ്റ് വർക്കാണിത്. ആക്ഷൻ കലാം മാസ്റ്ററിൻ്റെ ബെസ്റ്റ് വർക്കാണിത്. സുനിൽ ദാസ്, നമ്മുടെ ആർട്ട് സുനിൽ ദാസ് ചേട്ടൻ്റെ ബെസ്റ്റ് വർക്കാണ്. എല്ലാവരും ഒരു ടീം വർക്കായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതേപോലെ ഡബിങ്ങിലും ഞാൻ മാത്രമല്ല, ഞാൻ അവിടെ പോയപ്പോൾ നമ്മൾ ഹെഡ്സെറ്റിലാണ് നമ്മൾ ഇതെല്ലാം കേൾക്കുന്നത്. അപ്പോൾ ഇത് ഓക്കെ ആണോ, നന്നായിട്ട് വരുന്നുണ്ടോ? കാരണം നമ്മൾ ഡബിങ് ചെയ്യുമ്പോൾ BGM ഒന്നുമില്ല, കളർ ഗ്രേഡിങ് അതൊന്നുമില്ല, നമ്മുടെ വോയിസാണ് മാത്രം നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അയ്യോ ഇത് സാർ ഇത് ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല ഇങ്ങനെ തന്നെ ചെയ്താൽ മതി, ഈ ഒരു സാധനം പിടിച്ചാൽ മതി എന്നൊക്കെയാണ് ഇവരുടെ ഒരു ബ്രീഫ്. അത് വെച്ചിട്ടാണ് ഇവരുടെ സപ്പോർട്ട് വെച്ചിട്ടാണ് എല്ലാം ചെയ്തത്. സത്യം പറഞ്ഞാൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇത് ഫസ്റ്റ് ഫീച്ചർ ഫിലിം. അതെ. ഓക്കെ, അപ്പൊ മാർക്കോ റിലീസ് ആവാൻ പോകുന്നു. അപ്പൊ ആ ദിവസത്തിന് രാവിലെ
ഫാമിലി ഒക്കെ ആയിട്ട് കാറിൽ വനിതാ തിയേറ്ററിലേക്ക് വണ്ടി വരുന്നു, നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നു, തിയേറ്ററിലേക്ക് പോകുന്നു. വലിയ പ്രതീക്ഷകളുണ്ട് മാർക്കോ. പാക്ഡ് തിയേറ്റർ ആണ്, കുറെ ആളുകളൊക്കെ നിലത്താണ് ഇരിക്കുന്നത്, സ്റ്റെപ്സിലാണ് ഇരിക്കുന്നത്. അത്രയും പാക്ഡ് ആയ തിയേറ്ററാണ്. പതുക്കെ 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 ടൈറ്റിലുകൾ. ഞാൻ ആദ്യം പിന്നെ സീറ്റ് കിട്ടി എനിക്ക്. അപ്പൊ പതുക്കെ പതുക്കെ ഇങ്ങനെ ടൈറ്റിലുകൾ വരുന്നു, മാർക്കോ എന്ന് എഴുതുന്നു, ആളുകൾ ചീർ ചെയ്യുന്നു, നമ്മളെ തന്നെ സ്ക്രീനിൽ കാണാണ്. അവിടെ നിന്ന് പിന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എന്റെ സീൻസൊക്കെ വരുമ്പോൾ ഞാൻ സ്ക്രീനല്ല കണ്ടത്, ഞാൻ ശരിക്കും എന്റെ ഫാമിലി റിയാക്ഷൻ ആണ് കണ്ടത്. ഇവർക്ക് വർക്കാണോ ഈ സാധനം, വർക്കാണോ ഇവരുടെ ഒരു റിയാക്ഷൻ കണ്ടിട്ടാണ് എന്റെ ഒരു കോൺഫിഡൻസ് വരുന്നത്. അതല്ലാതെ ഞാൻ ഇല്ലാത്ത സീൻസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത് ആസ് എൻ ഓഡിയൻസ് ആണ്. കാരണം ഞാൻ ഫൈറ്റ് സീൻസ് മിക്ക ഫൈറ്റ് സീൻസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ചിലത് ഞാൻ കണ്ടിട്ടുണ്ട്, സ്പോട്ടിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ മിക്ക ഫൈറ്റ് സീൻസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കണ്ടത്. അപ്പോൾ സെക്കൻഡ് ഹാഫ് കണ്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ഉണ്ണി സൂപ്പർ ഫാനായി മാറി. കാരണം ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല, ഓൾറെഡി ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, പക്ഷേ ഇതിൽ കാണിച്ച ഫൈറ്റ് സീൻസ് ഒക്കെ ഞാൻ ബ്രോക്കിനെ അറിയാം. മലയാളം സിനിമ മാത്രമല്ല ചിലപ്പോൾ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് ഇന്റർവെൽ ഫൈറ്റ് സീക്വൻസും പിന്നെ നമ്മുടെ സ്റ്റെപ്പിന്റെ ഫൈറ്റ്, അതൊരു വേറെ ലെവൽ കോറിഡോർ ഫൈറ്റ്. അതെ അതെ അതെ, ഒരു റോപ്പില്ല, ഒരു ടേക്ക്, അതാണ് അതിന്റെ പ്രത്യേകത. ഒരു ടേക്കിലാണ് ഇതെല്ലാം പോയത്. അപ്പോൾ അതൊരു നിസ്സാര കാര്യമില്ല, അത് ഭയങ്കര ഒരു. എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ശരിക്കും ആ ഒരു സ്കെയിലിൽ കണ്ടിട്ടുള്ള റെയ്ഡ് ഉണ്ടല്ലോ, കൊറിയൻ പടം റെയ്ഡ്, അപ്പൊ അതിനകത്തുണ്ടല്ലോ ഇങ്ങനെ സ്റ്റോറീസും ആക്ച്വലി അതുമായിട്ട് തന്നെ വളരെയധികം നമുക്ക് അതിനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ആ സ്റ്റണ്ട് കൊറിയോഗ്രാഫി. ഡെഫിനറ്റ്ലി ആ സ്റ്റണ്ടിന്റെ ആ സീൻസ് മാത്രം ആളുകൾ ലോകത്ത് എല്ലായിടത്തും ചർച്ച ചെയ്യും. അതെ, എന്റെ അഭിപ്രായത്തിൽ ഇനി വരാൻ പോണ ഫൈറ്റ് സീൻസ് ഇതിന് മേലെ ആയിരിക്കും. കാരണം ഓൾറെഡി ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി മാർക്ക് ഒരു ബെഞ്ച് മാർക്ക് ആവണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഇതിനേക്കാളൊക്കെ വലിയ സ്കെയിലിൽ ഒരുപാട് പണം ചെലവഴിച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു സിനിമയിൽ ഇതേപോലെ തന്നെ കയ്യും കാലും കെട്ടിയിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. അപ്പൊ ആ ഫൈറ്റിനെ ആളുകൾ ട്രോളുന്നുണ്ട്, ഇങ്ങനെ പറന്നിട്ട് ചെയ്യുന്നതല്ല ഇത് എന്നുള്ളത്. ആ പടം റീസെറ്റ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് മാർക്കോ ഇറങ്ങുന്നത്. ആ മാർക്കോയിലാണ് നമ്മൾ റോപ്പില്ലാതെ, ഡ്യൂപ്പില്ലാതെ, എയറിൽ പറക്കാതെ നമ്മൾ ആ ഫൈറ്റ് ഉണ്ണി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാ എന്താ പറയാ ഏറ്റവും എൻഗേജിങ് ആയിട്ട് ഏറ്റവും ത്രില്ലിംഗ് ആയിട്ട് ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ മലയാളം സിനിമനെ എലിവേറ്റ് ചെയ്തതായിട്ട് എനിക്ക്. അതെ, ഡെഫിനറ്റ്ലി. പിന്നെ അത് ഉണ്ണിച്ചേണ്ട ഒരു ട്രെയിനിങ് കൊണ്ടിരിക്കും. പുള്ളിക്കാരൻ്റെ ഫിസിക്കും മറ്റിതെല്ലാം ഭയങ്കര ഓൾറെഡി ഒരു ആത്ലീറ്റിന്റെ ബോഡിയാണ് ഉണ്ണിച്ചേട്ടനൊക്കെ ഉള്ളത്. അപ്പോൾ അതിന്റെ ഗുണം നമ്മൾ കാണുന്നുണ്ട് ഈ ഫൈറ്റ് സീനിൽ. പുള്ളി ഒരു സ്പ്ലിറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ മലയാളം സിനിമയിൽ കാണാത്തൊരു ചില മൂവ്മെന്റ്സ് ആണ്. പിന്നെ കലാം മാസ്റ്ററുടെ ഒരു കൊറിയോഗ്രഫി, അവിടെ ഞാൻ ഉണ്ടായി, മൂന്നാറിൽ ഞാൻ അവിടെ ഉണ്ടായി ഈ ഫൈറ്റ് സീൻ കാണുമ്പോൾ. അപ്പോൾ ഞാനും ഷോക്ക്ഡ് ആയിട്ട് ഇരിക്കുകയാണ്, ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന്. പിന്നെ എല്ലാം ഒരുമിച്ച് വന്നപ്പോൾ അതിന്റെ കളർ ഗ്രേഡിങ്, ഇത് നമ്മളെ ഒരു സ്പെഷ്യൽ കളർ ഗ്രേഡിങ് ആണ് അവിടെ നമ്മൾ കണ്ടത്. അതിന്റെ BGM എല്ലാം ഒരുമിച്ച് വരുമ്പോൾ ഒരു ബ്രോ പറഞ്ഞ പോലെ ചിലപ്പോ ഒരു കൊറിയൻ ഹോളിവുഡ് ലെവൽ ഒരു സാധനം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫൈറ്റ് സീൻ എനിക്ക് തോന്നുന്നത് ആ കോറിഡോർ സ്റ്റെപ്പ് ഫൈറ്റ് സീൻ ആയിരിക്കും. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനത്തെ ഒരു സാധനം കിട്ടുന്നു. കാരണം ഒരൊറ്റ ടേക്കില് മൂന്ന് ലെവലാണ് എനിക്ക് തോന്നുന്നത്. അതെ. പിന്നെ അതിനൊരു സ്പെഷ്യൽ സാധനം എന്താണെന്ന് വെച്ചാൽ അവിടെ BGM ഇല്ല, നമ്മൾ സൗണ്ട് ഡിസൈൻ വെച്ചിട്ടാണ് കളിച്ചത്. അതൊരു ബ്രേവ് ഡിസിഷൻ ആണ് ശരിക്കും. കാരണം നമ്മൾ യൂഷ്വലി ഒരു BGM വെച്ചിട്ടാണ് ഒരു സീന് ഇംപ്രൂവ് ചെയ്യണത്, ഒരു BGM വെച്ചിട്ടാണ്. പക്ഷെ ഇത് സൗണ്ട് ഡിസൈൻ വെച്ചിട്ട് മാത്രം എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, അത് ഉണ്ണിച്ചേട്ടന്റെ ഡിസിഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് പക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹം ആ കോറിഡോർ ഫൈറ്റ് സീക്വൻസിൽ ഭയങ്കര ഇൻവോൾവ്ഡ് ആയിരുന്നു. എന്നാലും ബാക്കി എല്ലാ കാര്യങ്ങളിലും ഇപ്പോ നമുക്കൊരു വേറെ ടേക്ക് പോവാം, അല്ലെങ്കിൽ മാസ്റ്ററിന്റെ എന്തെങ്കിലും രീതിയിലുള്ള ഹെൽപ്പ് ഒക്കെ ഉണ്ടാവുന്നത്. പക്ഷെ ഈ കോറിഡോർ ഫൈറ്റ് സീക്വൻസിൽ എന്ന് വെച്ചാൽ അത് തുടങ്ങിയിട്ട് അങ്ങനെയല്ല അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. ഇത്രയും സ്ഥലമുള്ളൂ അവിടെ, ഇത്രയും സ്ഥലമുള്ളൂ. പിന്നെ മാസ്റ്ററും ക്ലോസപ്പ് അങ്ങനെയൊന്നും എടുക്കാൻ നമുക്ക് സൗകര്യമില്ല അവിടെ. അപ്പൊ പക്ഷെ ഉള്ള റീസോഴ്സസ് ഇത്രയും സ്പേസ് വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത്. അത് കലൈ മാസ്റ്ററും ഉണ്ണിച്ചേട്ടൻ്റെ ഒരു മാജിക്. അറൗണ്ട് ഒരു 40 പേരിനകത്തുണ്ട് അവർക്ക് എല്ലാവരുടെയും ഇടി വാങ്ങിക്കും, കുറെ ഇങ്ങോട്ടും അങ്ങോട്ടും കിട്ടിയിട്ടുണ്ട്. അതെ. പിന്നെ കിട്ടാതിരിക്കാൻ പറ്റില്ല. കാരണം പിന്നെ ഇവർക്ക് എല്ലാവർക്കും അവരുടേതായ ഒരു ക്രെഡിറ്റും ഉണ്ട് കേട്ടോ. ഇവർ ഫൈറ്റ് മാസ്റ്റർ മാത്രമല്ല, അവരുടെ ഫൈറ്റേഴ്സിന്റെയും കൂടെ ഒരു കൊറിയോഗ്രഫി ആണല്ലോ. ഇതൊരു ഡാൻസ് ആണ് ശരിക്കും നമ്മൾ കാണുന്നത്. പക്ഷെ അതേ സമയത്ത് ആ കൊറിയോഗ്രഫിയിൽ ചില ഡേഞ്ചേഴ്സും ഉണ്ട്, ഇടി ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. മാർക്കോ ഇന്ത്യ മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മാർക്കോയുടെ ഐഡിയേഷന്റെ സമയത്ത് ഇറങ്ങുന്ന സിനിമയാണ് അനിമല്. മാർക്കോ അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് മാർക്കോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇറങ്ങുന്ന സിനിമയാണ് കില്ല്. ഈ രണ്ട് പടങ്ങളുടെയും മുകളിലാണ് ഇൻ ടേംസ് ഓഫ് വയലൻസ്, ആക്ഷൻ ആൻഡ് ബ്രൂട്ടാലിറ്റി കില്ല് സംസാരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷാന് അനിമല് കാണുമ്പോഴും കില്ല് കാണുമ്പോഴും പിന്നെ മാർക്കോനെ പറ്റി അറിയുകയും
ചെയ്യുകയും ചെയ്യാലോ. അപ്പൊ എങ്ങനെയാ ഇതിനൊക്കെ രണ്ടിനേക്കാളും മേലെയായിരിക്കും മാർക്കോ, അങ്ങനെയൊക്കെ ഒരു വിഷൻ ഉണ്ടായിരുന്നോ? എനിക്ക് അങ്ങനത്തെ ഒരു വിഷൻ ഉണ്ട്, പക്ഷെ ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞില്ല. കാരണം നമ്മൾ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഈ പടങ്ങളൊക്കെ റിലീസായ സമയത്ത് മോസ്റ്റ് വയലന്റ് എന്നൊക്കെ അവര് പറയുന്നുണ്ട്, പ്രേക്ഷകർ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ്, ഡിസംബർ വരട്ടെ എന്ന് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ബ്രോക്ക് അറിയാലോ ഏതായിരിക്കും മോസ്റ്റ് വയലന്റ് ഏതായിരിക്കും എന്ന് മാർക്കോ തന്നെയാണ്. പക്ഷെ ആ സമയത്തൊന്നും പറയാൻ പറ്റിയില്ല, കാരണം ഷൂട്ടിങ്ങിന്റെ സമയത്തല്ലേ. അപ്പോൾ മാർക്കോ വെയിറ്റ് ചെയ്യണമെന്ന് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല, ഞാൻ സൈലന്റ് ആയിട്ട്. ഇപ്പൊ യൂട്യൂബിലുള്ള റിവ്യൂവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ പാൻ ഇന്ത്യൻ ലെവലിലൊക്കെ റിവ്യൂ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പം ട്രൈഡ് ആൻഡ് റെഫ്യൂസ് പ്രൊഡക്ഷൻസിലൊക്കെ അനുമോൾ എന്നൊക്കെ പറയുന്ന അദ്ദേഹം എല്ലാ ഭാഷയിലും എല്ലാ പടങ്ങളൊക്കെ റിവ്യൂ ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം ആണ് പറയുന്നത് ഏറ്റവും വയലന്റ് ആയിട്ടുള്ള സിനിമയാണ്. ഇപ്പൊ ഇഫ് അനിമൽ വാസ് ഓൺ ദിസ് ലെവൽ, കിൽ വാസ് ഓൺ ദിസ് ലെവൽ, ദെൻ മാർക്കോ ഈസ് സംവെയർ എൽസ് എന്നാണ് അവർ പറയുന്നത്. ഈ വയലൻസ് തന്നെ നമ്മളിപ്പോ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ വയലൻസ് ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ആളുകൾക്ക് ആ പറഞ്ഞ എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കാൻ വേണ്ടി ടെക്നിക്കലി മാർട്ടിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പുറത്തെ സൈഡിൽ ഇപ്പൊ ആളുകള് മാർക്ക് ഇറങ്ങിയ ദിവസം തന്നെ അന്ന് ന്യൂസിലൊക്കെ ചർച്ച ചെയ്യായിരുന്നു. ആളുകൾ റൗണ്ട് ടേബിളിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് ഇത്രയും വയലൻസ് വേണോ, ഇത്രയും വയലൻസ് ആളുകൾ ഇതിൽ ലിമിറ്റ്സ് വിട്ട് പോകുമ്പോൾ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യോ, കുട്ടികളെ ഇത് ബാധിക്കോ എന്നുള്ളതൊക്കെയാണ്. അപ്പം എന്താ ഇഷന്റെ ടേക്ക്? ആർട്ടിനെ ആർട്ടായിട്ട് കാണണമെന്നാണോ? വാട്ട്സ് ടേക്ക്? എന്റെ ടേക്ക് അത് തന്നെയാണ്, ആർട്ടായിട്ടാണ് കാണേണ്ടത്. പക്ഷെ അതേ സമയത്ത് നമ്മൾ വയലൻസ് കാണിക്കുമ്പോഴേ അത് ജസ്റ്റിഫൈഡ് ആണോ എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഇത്രയും വയലൻസ് ജസ്റ്റിഫൈഡ് ആണോ, ഈ ക്യാരക്ടർ ഇത്രയും വയലൻസ് കാണിക്കാൻ കേപ്പബിൾ ആണോ എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ കാണിച്ചത് എന്താ, മാർക്കോ കാണിക്കുന്ന വയലൻസ് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും വയലൻസ് കാണിക്കുന്നത്? കാരണം മാർക്കോയുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. ആ റീസൺ എനിക്ക് ആസിനോട് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം മാത്രം പറയാൻ പറ്റത്തുള്ളൂ. ഇത് എനിക്ക് ജസ്റ്റിഫൈഡ് ആണ്. അപ്പോൾ പ്രേക്ഷകർ അവരുടെ ഒപ്പീനിയൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും, അതും അവരുടെ സൈഡിൽ നിന്ന് ജസ്റ്റിഫൈഡ് ആണ്. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയാനൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഒരു ഞാൻ അത്രയും നെഗറ്റീവായിട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ നെഗറ്റീവ് എന്ന് വെച്ചാൽ ഒരു ചിലപ്പോൾ വയലൻസ് കൂടി എന്ന് പറയാം, പക്ഷെ അങ്ങനെയാണ് നമ്മൾ മാർക്കറ്റ് ചെയ്തത്. സിൻസ് ഡേ വൺ മോസ്റ്റ് വയലന്റ് എന്നാണ് നമ്മൾ തന്നെ പറഞ്ഞത്. അപ്പോൾ എനിക്ക് നെഗറ്റീവായിട്ട് എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. മറ്റൊരു ഏരിയ എന്താണെന്ന് വെച്ചാൽ ഷെരീഫ് ഉൾപ്പെടെ അതിനെപ്പറ്റി ഓപ്പൺ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതായത് ഇത് അനൗൺസ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ഇതിന്റെ ഹിന്ദി റൈറ്റ്സ് ആദ്യം തന്നെ വിറ്റുപോയി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പല പോസ്റ്റേഴ്സ് ഒക്കെ ഇറങ്ങുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അറ്റാക്കും കൂടി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആളുകൾ ഇതെന്തായിരിക്കും ചെയ്യാൻ പോവുക, പിന്നെ ഇത്രയും വയലൻസ് എന്താണ് മലയാളത്തിന് ആക്ഷനെ കൊണ്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള സംസാരങ്ങൾ ഉണ്ടായിരുന്നു. ആളുകൾ ചിരിച്ചിട്ടുണ്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തപ്പോൾ. ഷരീഫ് ഈ അടുത്ത് തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുകയാണ് അവരൊക്കെയാണ് വായടപ്പിച്ചുകൊണ്ടാണ് ഈ പടപ്പ് വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ എടുത്താൽ പൊങ്ങാത്തൊരു കാര്യമാണ് എടുക്കുന്നതെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലിംഗ് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഷെരീഫ് ഖായുടെ കോൺഫിഡൻസ് കൊണ്ടാണ് ഈ ഒരു പടം ഓണായത്. അത് ഷെരീഫ് ഖാ എടുത്തൊരു റിസ്ക് ആണ്. അത് നമ്മൾ തന്നെ സമ്മതിക്കണം. അത് എസ്പെഷ്യലി ഒരു ഫസ്റ്റ് ടൈം പ്രൊഡക്ഷൻ ഹൗസ്, ക്യൂബ്സ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ടൈം പ്രൊഡക്ഷൻ ഹൗസ് ആണ്. അതൊരു ശരി ഇറ്റ്സ് എ ബ്രേവ് ഡിസിഷൻ, ഡെഫിനറ്റ്ലി എ ബ്രേവ് ഡിസിഷൻ. അപ്പോൾ ഷെരീഫ് ഖാ ലോജിസ്റ്റിക്സും കൺസ്ട്രക്ഷൻ ബിസിനസ് എന്നാണ് വരുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും, ഈ നമ്മളെ ടാർഗറ്റ് ഓഡിയൻസ് ആരൊക്കെയാണെന്ന്, ഇവർക്ക് എന്തൊക്കെയായിരിക്കും ഇവർക്ക് കാണേണ്ടത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടായിരിക്കും ഈ ഒരു ഡിസിഷൻ എടുത്തത്. ഇപ്പോൾ അതിൻ്റെ ഒരു ഗുണം നമുക്ക് കാണുന്നുണ്ട്. അതിൻ്റെ ഒരു പേ ഓഫ്, നമ്മൾ ആ റിസ്കിൻ്റെ ഒരു പേ ഓഫ് ഇന്നാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബ്രേവ് ആണെന്ന്. കാരണം ആ പേ ഓഫ് ഗ്യാരണ്ടീഡ് ഒന്നും അല്ലല്ലോ, ഒരു സിനിമ ഗ്യാരണ്ടീഡ് അല്ല. സോ കൂടി വേണമല്ലോ. അതെ തീർച്ചയായിട്ടും വിഷനറി എന്നാണ് ഞാൻ ശരിക്കും വിളിക്കുന്നത്. നമുക്ക് ഓരോ ആക്ടറും ഇപ്പൊ നമ്മൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റാർ ഈസ് ബോൺ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ ഈസ് ബോൺ നമുക്ക് തോന്നുന്ന മൊമെന്റുകളുണ്ട്. ഇപ്പൊ വിജയനൊക്കെ എടുത്തു നോക്കണമെങ്കിൽ തുപ്പാക്കിൽ ഐ ആം വെയിറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഹൈ ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം ലാലേട്ടൻ ഡേ കാണുക എന്ന് പറയുന്ന സമയത്ത് കുറെ ആൾക്കാർ ഓടി വരുമ്പോൾ അപ്പോഴൊക്കെയാണ് നമുക്ക് മനസ്സിലാവും ഈ മനുഷ്യൻ ഇങ്ങനെയാണ് അല്ലെ. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് സെൻസിബിലിറ്റി സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന സമയത്ത് തിയേറ്റർ മൊത്തം ഒന്ന് സൈലന്റ് ആയിട്ട് പിന്നെയാണ് കൈ അടിക്കണതോ ഇയാളുടെ ഒരു വലിപ്പം ഓവർ കരീസ്മ എന്നൊക്കെ പറയുന്നത്. അപ്പൊ എനിക്ക് മാർക്കോയില് അങ്ങനെ തോന്നിയ കുറച്ച് മൊമെന്റുകൾ ഞാൻ പറയാം. ബ്രോൻ അതിൽ ഏതാണ് എന്ന് പറയാം. ഇൻട്രോയിൽ തന്നെ യു ആർ മെസ്സിംഗ് വിത്ത് എ റോങ് പേഴ്സൺ എന്ന് പറയുന്നത്. പിന്നെ വന്നപ്പോൾ തന്നെ ചെന്നായിക്കളെ കൂട്ടം കൂടിയിട്ട് അടിക്കുക, ഇനി ഇവിടെ ഞാൻ മതി എന്ന് പറയുന്ന മൊമെന്റ്. പിന്നെ ഈ അഭിമന്യു തിലകന്റെ അടുത്ത് ഒരു ഡീലിംഗ് നടത്തിയിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ട് കൈ കൊണ്ടുള്ളത്. അതോ ലാസ്റ്റിൽ ഒരു സാഗ് ഉണ്ടല്ലോ ജോൺ വിക്കിനെ പോലെ ഡോഗിനോട് ഈ ഇതിൽ ഏത് പോയിന്റിലാണോ സ്റ്റാർ ഈസ് ബോൺ എന്ന് തോന്നിയത്? എനിക്ക് തോന്നുന്നു ഇൻട്രോ സീൻ തന്നെ. ഇൻട്രോ സീൻ തൊട്ട് മുതൽ ആ ഇൻട്രോ സീൻ ഭയങ്കര ഇൻട്രോ സീൻ. കാരണം പടത്തിന്റെ തുടക്കത്തിലല്ല ഈ ഇൻട്രോ സീൻ വരുന്നത്, കുറച്ച് കഴിഞ്ഞിട്ടാണ്. എൻ്റെ ഒരു സീൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഇൻട്രോ സീൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി അത്രയും നേരം വെയിറ്റ് ആണ്, മാർക്കോ എവിടെ. പിന്നെ മാർക്കോടെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്, എനിക്ക് പറയുന്നുണ്ട്, പക്ഷെ ആളെവിടെ നമ്മൾ കാണുന്നില്ല. പിന്നെ മാർക്ക് വന്നപ്പോൾ പിന്നെ ആ ഒരു സീൻ തൊട്ട് ഫുൾ പടം കഴിയുന്ന വരെ ഒരു ഹൈ ആയിരുന്നു, നമ്മൾ ഹൈയിലാണ് നിൽക്കുന്നത്.
അപ്പോൾ ആ ഹൈ വർക്കാവാൻ ഈ ഫസ്റ്റ് സീൻ തന്നെ വർക്കാവണം. അപ്പോൾ ആ ഇൻട്രോ സീനാണ് എനിക്ക് മാക്സിമം വർക്ക് ആയത്. അതിൽ തന്നെ ഇപ്പോൾ ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി കാണിച്ചില്ല. ഇപ്പോൾ ഇത്രയും വലിയൊരു പടത്തിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്ന ബാക്കിയുള്ള പടത്തിലൊക്കെ ഒന്നില്ലെങ്കിൽ അവർ 10 പേരൊക്കെ ഇടിച്ചിട്ട് അല്ലെങ്കിൽ കടലിൽ നിന്നൊക്കെ ചാടി വരുന്ന അങ്ങനത്തെ ഇൻട്രോകളൊക്കെ ഉള്ള സ്ഥലത്താണ് വളരെ ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള സ്പേസിൽ അയാളുടെ സ്ട്രെങ്ത് മൊത്തം കാണിക്കുന്നതിനകത്ത് അതിനകത്ത് റൈറ്റിംഗ് പോയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് അയാൾ എത്ര ബ്രൂട്ടാലിറ്റിയിലേക്ക് വരെ പോവും, അയാൾ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെയാണ് അയാളുടെ സ്ട്രെങ്ത്, അത് മൊത്തം അവർ കാണിക്കുന്നുണ്ട് ജസ്റ്റ് ഒരു സീനിൽ. ആ സീൻ നടക്കുന്നതും ഒരു നോർമൽ ആയിട്ടുള്ള സ്ഥലത്തുമാണ്. അപ്പൊ റൈറ്റിംഗിലും നടക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് ചെയ്യുന്നത്. മീൻസ് അത്രയും സ്ട്രെങ്ത് ഉള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം. ഇതിൽ തന്നെ പെർഫോമൻസുകളെ പറ്റി എടുത്ത് പറയുമ്പോൾ ഇപ്പൊ അഭിമന്യു തിലകൻ എന്ന് പറയുന്ന ഒരു ടാലന്റ് കൂടി നമ്മുടെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടല്ലോ. എനിക്കൊന്ന് ഉണ്ണിയും സിദ്ദിഖിക്ക് അല്ലാതെ എന്തെങ്കിലും കോമ്പിനേഷൻ ഉള്ളത് ആ ഒരു ഏരിയയിലല്ലേ അഭിമന്യത്തിലേക്ക് എന്റെ പെർഫോമൻസ് ഉണ്ട് എന്താ ഫീൽ ചെയ്തത്? ശരിക്കും പറഞ്ഞാൽ ഇതിന് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ അബിയുടെ ശരിക്കുള്ള പേഴ്സണാലിറ്റി കണ്ട പുള്ളി അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ക്യാരക്ടർ നേരെ ഓപ്പോസിറ്റ് ആണ്. പുള്ളി സെറ്റിൽ നേരം തമാശയും കളിയാക്കലും അതൊക്കെയാണ് അബിയുടെ ഒരു ശരിക്കുള്ള പേഴ്സണാലിറ്റി. അപ്പോൾ നമ്മൾ റസൽ സ്ക്രീനിൽ കാണുമ്പോൾ ഇതാരാന്നാണ് വിചാരിക്കുന്നത്. കാരണം ഓൾറെഡി പുള്ളിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. കാരണം ഷമി സാറും തെലുങ്കൻ സാർ ആ ഒരു ഫിലിം ലൈനിലാണ് അബി വരുന്നത്. അപ്പോൾ പുള്ളിയുടെ ചിലപ്പോൾ പ്രഷേഴ്സ് ഒക്കെ ഉണ്ടാവും പുള്ളിയുടെ സൈഡിൽ നിന്ന്. പക്ഷെ നമ്മളിത് കാണുമ്പോൾ ഒരു അബി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് അബിനോട്. പിന്നെ എനിക്ക് അബിനോട് കുറച്ച് കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉണ്ടായി. അപ്പോൾ നമുക്ക് ശരിക്കും ബോണ്ട് ചെയ്യാൻ പറ്റി. ഓഫ് ക്യാമറ ആസ് ഇഷാനും അഭിമന്യുമായിട്ട് നമുക്ക് ബോണ്ട് ചെയ്യാൻ പറ്റി. നമ്മുടെ രണ്ടുപേരും ഡെബ്യൂ ഫിലിമാണ്. നമ്മുടെ എക്സ്പീരിയൻസസ് എങ്ങനെയാണ് ഇതുവരെ ഇത്രയും ഇങ്ങനത്തെ ഒരു പടത്തിൽ ഡെബ്യൂ ആയിട്ട് എന്ത് ധൈര്യത്തിലാണ് എന്നെ കാസ്റ്റ് ചെയ്തൊക്കെ ഞാനും വിചാരിക്കുന്നുണ്ട്. ഒരു വൈറ്റൽ ക്യാരക്ടർ എങ്ങനെ എന്നെ കാസ്റ്റ് ചെയ്തത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പം ഉണ്ണിമൂന്നനായിട്ട് ഏതെങ്കിലും പോയിന്റിൽ ഇപ്പം ഈ നമ്മളുടെ പടമാണ്, വലിയ പടമാണ്, അപ്പൊ ആ രീതിയിലുള്ള കൺഫ്യൂഷൻസും ആൻസൈറ്റികളും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഉണ്ണിച്ചേട്ടനോട് മാത്രമല്ല ഷെരീഫ് ഖാനോടും ഹനീസറോടും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത്രയും വലിയ സ്കെയിലിൽ ഒരു പടം ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം ആക്ടർ, എസ്പെഷ്യലി ഫസ്റ്റ് ടൈം ആക്ടർ, എനിക്കൊരു ഇമ്പോസ്റ്റർ സിൻഡ്രോം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഞാൻ ഡിസേർവിങ് ആണോ, ഇങ്ങനത്തെ ഒരു പടത്തിൽ ഇങ്ങനത്തെ ഒരു റോൾ കിട്ടാൻ ഞാൻ ഡിസേർവിങ് ആണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ നമ്മളും ഇതുവരെ എത്താൻ ഒരു ഹാർഡ് വർക്കും മറ്റേതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കോട്ട്, ദ ഹാർഡർ യു വർക്ക് ദ ലക്കിയർ യു ഗെറ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഹാർഡ് വർക്കിൻ്റെ ഒരു പേ ഓഫാണിത്. പക്ഷേ അത് ബിലീവ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. കാരണം വിക്ടറിൻ്റെ ഒരു ക്യാരക്ടർ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഓക്കെ ഇതൊരു വൈറ്റൽ ക്യാരക്ടറാണ്, ഈ പടത്തിൻ്റെ ഒരു ഇമോഷണൽ കോർ വിക്ടർ തന്നെ ആയിരിക്കും. ചില ആക്ഷൻസ് അങ്ങനെയൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും, പക്ഷേ ആ ആക്ഷൻ എല്ലാം വർക്ക് ആവാൻ ഈ ഇമോഷൻ അതേ വർക്ക് ആവണം. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഡിസേർവിങ് ആണോ ഇങ്ങനത്തെ ഒരു റോൾ കിട്ടണം. പക്ഷെ അവസാനം ഞാൻ ഹാപ്പിയാണ്. എല്ലാം ഇപ്പോൾ ഇതിൻ്റെ ഒരു പേ ഓഫ് ഞാൻ കാണുമ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ശരിയാ അല്ലെങ്കിൽ എന്നോട് പറയണേ. അതായത് ഇപ്പോൾ ക്ലൈമാക്സിനകത്ത് ഇപ്പോൾ ഉണ്ണിമൂന്ന ഷർട്ട്ലെസ് ഒക്കെ ആയിട്ട് പോകുന്ന ആ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ടല്ലോ, അതിനുവേണ്ടി അദ്ദേഹം ഷൂട്ട് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ട് ഫിസിക്സ് സെറ്റ് ചെയ്തിട്ട് വന്നിട്ടാണ് ഉള്ളതാണ്. അത് ഉണ്ണിച്ചേട്ടൻ്റെ ഒരു ഹാർഡ് വർക്കും ഡെഡിക്കേഷനാണ്. അത് അത്രയും ഹാർഡ് വർക്ക് അങ്ങനത്തെ ഒരു അത് ശരിക്കും പറഞ്ഞാൽ ക്ലൈമാക്സിൽ മാത്രമേ ഉള്ളൂ ആ സീന്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഇത്രയും എഫേർട്ട് എടുത്ത് അത് ഉണ്ണിച്ചേട്ടന് സമ്മതിക്കണം. അത് ഞാൻ നേരിട്ട് കണ്ടതാണ് ആ ഹാർഡ് വർക്ക്. അപ്പൊ പുള്ളിയുടെ ഡയറ്റും പുള്ളിയുടെ ഒരു ട്രെയിനറും സെറ്റിലൊക്കെ ഉണ്ടായിരുന്നു. ഒരു മീലും ചീറ്റ് ചെയ്തിട്ടില്ല ഉണ്ണിച്ചേട്ടൻ. ഒരു അദ്ദേഹത്തിൻ്റെ ഡയറ്റ് അല്ലാതെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. നമ്മളെല്ലാവരും സൈഡിൽ നിന്ന് ഒരു കപ്പലണ്ടി മിഠായി മറ്റേതൊക്കെ കഴിക്കുന്നുണ്ടാവും. അതൊന്നും തൊട്ടിട്ടില്ല ഉണ്ണിച്ചേട്ടൻ. അത് ഡെഡിക്കേഷനാണ്, വേറെ ഒന്നുമല്ല. അത് സിനിമയോടുള്ളൊരു ഡെഡിക്കേഷനാണത്. ഡിസിപ്ലിൻ്റെ ഒരു രക്ഷയില്ല. ഇങ്ങനത്തെ ഒരു ഡിസിപ്ലിൻ ഞാൻ കണ്ടിട്ടില്ല സിനിമയിൽ. നിങ്ങൾ തമ്മിൽ അങ്ങനെ കോൺവെർസേഷൻ ഉണ്ടായിരുന്നോ ഫിസിക്കിനെ പറ്റിയിട്ട്, വർക്ക്ഔട്ട്സ്? അതെ അത് എന്നെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഉണ്ണിച്ചേട്ടൻ്റെ ഒരു ഇതെങ്ങനെയാണ്, എന്തൊക്കെ പ്രോസസ്സാണ് ഈ ഒരു ഫൈനൽ പ്രോഡക്റ്റിൽ എത്താൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഉണ്ണിച്ചേട്ടൻ പറഞ്ഞത്. ഇത് ട്രെയിനിങ്, ഏത് നേരം ട്രെയിനിങ്, പിന്നെ സ്ലീപ്പും റിക്കവറിയും ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതിൽ സ്ക്രീനിലും ഇൻ്റർവ്യൂസിലും ഒന്നും കാണില്ല. ഇതൊക്കെ ബിഹൈൻഡ് ദ സീൻസ് ആണ്. പിന്നെ ഉണ്ണിച്ചേട്ടൻ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അധികം സംസാരിക്കില്ല. കാരണം അതൊരു അത്രയും ഹമ്പിൾ ആയതുകൊണ്ട് ചിലപ്പോൾ ഇതൊന്നും പറയില്ല. പക്ഷെ അത് നമ്മൾ കാണാതൊരു എഫേർട്ടും ഡെഡിക്കേഷനാണ് ഉണ്ണിച്ചേട്ടൻ്റെ. ഇപ്പൊ അദ്ദേഹം ഈ പടത്തിന് മൊത്തമായി കാണിച്ചൊരു ഡിസിപ്ലിന്റെ ഫലമായിരിക്കണം ഈ സൂപ്പർ സ്റ്റാർഡം എന്നൊക്കെ പറയുന്നതിന്റെ ഒരു വേറൊരു കാര്യം. ഈ ക്യാരക്ടറിന്റെ ആവശ്യമുണ്ട് കേട്ടോ. ഇത്രയും ഡിസിപ്ലിനും മറ്റേതൊക്കെ ഈ ക്യാരക്ടറിന് വേണ്ടി ആവശ്യമുണ്ടാവും. ചിലപ്പോൾ നമ്മൾ വേറെ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഇതിനൊന്നും ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ കാരണം
എന്താ വെച്ചാൽ ഇപ്പൊ ഇന്നലെ ഞാൻ നമ്മുടെ കബീർ ദുഹാൻ സിംഗിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പം അദ്ദേഹം ഇതിനു മുമ്പ് പുണ്യമുകുന്ദനാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളിങ്ങനെ സെർച്ച് ചെയ്തിട്ട് ആരാണ് ആക്ടർ എന്നൊക്കെ നോക്കൂല. അപ്പൊ അദ്ദേഹം അപ്പൊ നോക്കുമ്പോൾ മാളികപ്പുറം ഭയങ്കര റീച്ച് ആയിട്ടുണ്ട്, വലിയ ശ്രദ്ധ നേടിയിട്ടുള്ള സിനിമയാണ്. അപ്പൊ അത് അദ്ദേഹം കാണുകയാണ്. അത് അദ്ദേഹം കണ്ടിട്ടാണ് ഉണ്ണിമുകുന്ദനോട് ഒരു കോഫിക്ക് വേണ്ടി മീറ്റ് ചെയ്യുന്നത്. അപ്പൊ അയാളാണല്ലോ ഇയാള് എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് അദ്ദേഹം എന്നോട് ഷെയർ ചെയ്ത ഒരു കാര്യമാണ്. അതാണ് ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ക്യാരക്ടറിന് വേണ്ടിയിട്ട്, വെറുതെ അല്ലേ ഇത്, വെറുതെ ചെയ്യുന്ന ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഒന്നും അല്ല, ക്യാരക്ടർ മാച്ച് ചെയ്യാൻ ക്യാരക്ടർ അനുസരിച്ച് ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ വേണ്ടി വരും. അപ്പോൾ അത് മാർക്കൊക്കെ വേണ്ടി ആ പറ്റിയൊരു ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ത്രൈവ് ഉണ്ടാവുമല്ലോ, നമ്മള് പോയൊരു വഴി ഉണ്ടായിരിക്കും, ഇപ്പൊ നമ്മുടേതായിട്ടുള്ള ഒരു സ്ട്രഗിൾ ഉണ്ടായിരിക്കും. ഇപ്പൊ എന്റെ അറിവിൽ ഡെഡ് ലൈൻ എന്നുള്ള ഒരു ഷോർട്ട് ഫിലിം ചെയ്യുകയും അത് ക്യാൻസൽ ഉൾപ്പെടെ പ്രീമിയർ ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയൊക്കെ ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ UAE മൊത്തം സെറ്റിൽ ആയിട്ടുണ്ടായിരുന്നത്. ഇതെങ്ങനെ ഈ സിനിമ എന്നുള്ള ബഗ് വന്നത്? മാർക്കോ വരെയുള്ള ഒരു ജേണി എന്ന് പറയാം. അതെ, മാർക്കോ വരെയുള്ള ഒരു ജേണി ശരിക്കും തുടങ്ങിയത് ഞാൻ ചെറുപ്പം തൊട്ട് എനിക്കൊരു ആക്ടർ ആവണം അങ്ങനൊന്നും ഇല്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതാണ് നല്ലൊരു സ്റ്റോറിക്ക് അതാണ് നല്ലത്. പക്ഷെ എനിക്ക് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഒരു ഡാൻസറാണ്. അപ്പോൾ എനിക്ക് സ്റ്റേജ് എന്തായിരുന്നു അല്ലെ മീൻസ് ഡാൻസർ എന്ന് വെച്ചാൽ റിയാലിറ്റി ഷോസ് അങ്ങനൊന്നുമില്ല. ജസ്റ്റ് അതെ 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 അങ്ങനത്തെ ഒരു എനിക്ക് വേണ്ടിയിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റേജിനോടുള്ളൊരു പരിചയം ഉണ്ട് എനിക്ക്. സ്റ്റേജ് പെർഫോമൻസസ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഞാൻ കോളേജിൽ പോകുമ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ ഡിഗ്രി തിയേറ്ററിലാണ്. അപ്പോൾ ഞാൻ ഫൈനാൻസും തിയേറ്ററിലാണ് ഡബിൾ ഡിഗ്രി എടുത്തത്. അവിടെയാണ് ആക്ടിങ് തുടങ്ങിയത്. അപ്പോൾ അവിടെ ആക്ടിങ് തുടങ്ങിയപ്പോൾ എനിക്ക് ഇതെന്താണ് സാധനം, എനിക്ക് ആ ഒരു സെൽഫ് എക്സ്പ്ലോറേഷൻ ഉണ്ടല്ലോ, അവിടെയാണ് എനിക്ക് ഈ ഒരു ബഗ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ 4 വർഷം അവിടെ US-ലായിരുന്നു. അവിടെ തിയേറ്റർ ചെയ്തു. പിന്നെ തിരിച്ച് ഇവിടെ വന്നപ്പോൾ, നാട്ടിലേക്ക് വന്നപ്പോഴാണ് ഈ AD ആയിട്ട് ഞാൻ കുറച്ചാണ് ഇവിടെ AD ആയിട്ട് നിന്ന്. അപ്പോൾ അങ്ങനെയാണ് ഈ ആക്ടിങ് ബഗ് തുടങ്ങിയത്. പിന്നെ ആ ഒരു സമയത്ത് കോവിഡും മറ്റേതൊക്കെ ആയിരുന്നു. അപ്പോൾ ഷിഹാനാണ് എൻ്റെ ബ്രദർ, പുള്ളിക്കാരൻ ഡയറക്ഷനിലാണ്. അപ്പോൾ ഷിഹാൻ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടാവും. ഷിഹാൻ പറഞ്ഞു നമുക്കൊരു കോവിഡിൻ്റെ സമയത്ത് എന്തായാലും വേറെ ഒന്നും ചെയ്യാനില്ല, അപ്പോൾ നമ്മൾ ഉള്ള റിസോഴ്സസ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ സ്റ്റുഡിയോയിൽ ഇത്ര ഉള്ളൂ സ്റ്റുഡിയോ. പിന്നെ 2 ക്യാമറയും ലൈറ്റ്സും വെച്ചിട്ട് ഒരു ക്യാരക്ടറുള്ളൂ ഡെഡ് ലൈൻ. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ആ ഒരു സ്റ്റോറിയിൽ തന്നെ അങ്ങനെ കോൾ സെൻറ്ററിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ നമ്മളൊട്ടും പ്രതീക്ഷയില്ല ഇത് ക്യാൻസും മറ്റേതൊക്കെ എത്തുന്നത്. ഇത് ഒരു സിനിമ, 2 brothers who love സിനിമ, അങ്ങനത്തെ ഒരു പ്രോജക്റ്റാണിത്. അപ്പോൾ ഫൈനൽ പ്രോഡക്റ്റ് ഷിഹാനാണ് ഇത് എഡിറ്റ് ചെയ്തത്. അപ്പോൾ ഷിഹാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ബ്രോ ഇത് കുഴപ്പമില്ല, ഇത് നല്ലൊരു സാധനമാണ്, ചിലപ്പോൾ ഫിലിം ഫെസ്റ്റിവൽസ് ഒന്ന് അയച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെയാണ് പതുക്കെ ഈ ഒരു ഫെസ്റ്റിവൽ കിട്ടിയപ്പോൾ അവസാനം ക്യാൻസ് കിട്ടുമ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് വന്നത്, ആക്ടിങ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നുള്ളത് ആ ഒരു ഫീലിംഗ്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഓക്കെ ഇങ്ങനെ തന്നെ ഈ ഒരു റൂട്ടിൽ തന്നെ പോവാന്ന്. അപ്പോൾ ചിലപ്പോൾ ആക്ടിങ് ആ കഴിവുണ്ടാവും എൻ്റെ ഒരു സ്കിൽ സെറ്റിൽ. ബ്രദർ ഇസ് വെരി പ്രൗഡ്. ബ്രദറാണ് എൻ്റെ ശരിക്കും പറഞ്ഞ എൻ്റെ ഒരു കോൺഫിഡൻസ് ബ്രദറാണ്. ബൂസ്റ്റും എന്നെ ഹമ്പിൾ ആക്കണത്, എന്നെ കോൺഫിഡൻ്റ് ആക്കണത് രണ്ടും എൻ്റെ ബ്രദറിനെ. അപ്പോൾ എൻ്റെ ഒരു മാനേജർ, ബ്രദർ, ഇമോഷണൽ സപ്പോർട്ട് അതെല്ലാം എൻ്റെ ചേട്ടൻ തന്നെയാണ്. പേരൻസും ഉണ്ട്, പക്ഷേ എൻ്റെ ബ്രദറാണ്. ഞാൻ ന്യൂസ് എല്ലാം ഷെയർ ചെയ്യണത് എൻ്റെ ബ്രദറായിട്ടാണ്. കാരണം പുള്ളി എല്ലാം കണ്ടിട്ടുണ്ട് എന്നെ ചെറുപ്പം തൊട്ട്. പിന്നെ എൻ്റെ സിനിമ ആർക്ക്, ആ ജേണിയും പിന്നെ ഡെഡ് ലൈൻ ജേണിയും അതെല്ലാം കണ്ട് എൻ്റെ ബ്രദർ മാത്രമേ ഉള്ളൂ. മാർക്കോനിലും അങ്ങനെ ഇപ്പൊ എൻ്റെ ഒരു ബ്രദറാണ്, അങ്ങനത്തെ ഒരു വിഷനോട് കൂടി തന്നെയാണ് പെർഫോം ചെയ്തിരുന്നത്. എങ്ങനെ മാർക്കോയും എൻ്റെ ഓൺ ബ്രദർ പോലെയാണ്. ഫുൾ സേവ്. അതെ, ചിലപ്പോൾ അതിന്റെ ഒരു സിമിലാരിറ്റി എവിടെയെങ്കിലും ഉണ്ടാവും. എൻ്റെ ബ്രദറായിട്ട് ഞാൻ കാണിക്കുന്ന സ്നേഹം ചിലപ്പോൾ ആ ഒരു ഫീലിംഗ് എന്തായാലും ഉണ്ടല്ലോ, ഇഷാൻക്ക് ഉണ്ടല്ലോ. അപ്പോൾ ക്യാരക്ടറും അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ടോ സബ് കോൺഷ്യസ്. ഞാൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ അത് തീർച്ചയായിട്ടും ഉണ്ടാവും ഒരു ബ്രദേഴ്സിന്റെ ഒരു ഡൈനാമിക്. പവർ ഹൗസ് പെർഫോമർ എന്ന് പറഞ്ഞാൽ സിദ്ദിഖൊക്കെയാണ്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹം ഇൻവോൾവ് ചെയ്യുന്ന കാര്യം. ഇപ്പൊ അതിൽ തന്നെ സിദ്ദിഖ് മാർക്കോനോട് പെരുമാറുന്നതും വിക്ടറിനോട് പെരുമാറുന്നതും ഒക്കെ രണ്ട് വിധത്തിലാണ്. സിദ്ദിഖിൽ നിന്ന് ഒരു ആസ് എ പെർഫോമർ അല്ലെങ്കിൽ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എടുത്തൊരു പിക്ക് ഒന്ന് പറയാൻ പറ്റും? സിദ്ദിഖ് ആസ് എ പെർഫോമർ എന്ന് പറഞ്ഞാൽ ഹനി സാറിന്റെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ സ്ക്രിപ്റ്റ് ഒന്നും കിട്ടില്ല. നമ്മൾ സെറ്റിൽ വന്നിട്ടാണ് നമ്മൾ സ്ക്രിപ്റ്റ് കിട്ടുന്നത്. ഡയലോഗ്സ് കിട്ടുന്ന സെറ്റിലാണ്. അപ്പോൾ എനിക്ക് ഇതൊക്കെ കിട്ടുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ഒരു 5 minutes 10 minutes എങ്കിലും വേണം ഈ ഡയലോഗ് എല്ലാം പഠിക്കാൻ. വിച്ച് ഇസ് ഐ തിങ്ക് നോർമൽ. അത് നോർമലാണ്. സിദ്ദിഖ് എങ്ങനെയാണെങ്കിൽ ഓക്കെ ഷോർട്ട് റെഡി, അങ്ങനെയാണ് സിദ്ദിഖയുടെ ഒരു പ്രോസസ്സ്. അത് ഞാൻ ചോദിച്ചു സിദ്ദിഖിനോട്, ഇത് എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് കിട്ടുന്നത്? അപ്പോൾ സിദ്ദിഖ് പറഞ്ഞു ഇത് എക്സ്പീരിയൻസിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ ഇത്രയും പടങ്ങൾ ചെയ്തിട്ട് പിന്നെ അത് പെട്ടെന്ന് പഠിക്കാനുള്ള ഒരു സ്കില്ലുണ്ടാവും സിദ്ദിഖാന്.
അപ്പോൾ അതാണ് ഞാൻ ഏറ്റവും ഇമ്പ്രസീവായിട്ട് എനിക്ക് തോന്നിയത്. അത് ഡെഫിനറ്റ്ലി ഒരു പ്രിപ്പറേഷൻ ഉണ്ട് ടാസിദ്ധി, കാരണം ഒരു ഡെഫിനറ്റ്ലി പ്രിപ്പയർഡ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഡയലോഗ്സിൻ്റെ ഒരു ആ സാധനം ഭയങ്കര ഫാസ്റ്റാണ് സിദ്ദിഖ്. ഇപ്പൊ ഞാൻ ഒരുപാട് സ്ലാഷർ ജോണർ സിനിമകളുണ്ടല്ലോ, ഇപ്പൊ സോ, റോങ് ടേൺ, സ്ലാഷർ ജോണർ എന്നാൽ പോലും അങ്ങനത്തെ ബ്ലഡ് ഷെഡ് ഉള്ള സിനിമകൾ, അല്ലെങ്കിൽ റെയ്ഡ്, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കില്ല് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇതിനകത്ത് പ്രീ ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് ഇപ്പൊ ഒരു ഹോം ഇൻവേഷൻ പോലത്തെ ഒരു സീൻ ഉണ്ടല്ലോ അതിനകത്ത്, വില്ലന്മാരുടെ പ്രധാനപ്പെട്ട ഏരിയ. അതിൽ പല സ്ഥലത്തും എനിക്ക് സ്ക്രീനിലേക്ക് നോക്കാൻ പറ്റാതിരുന്നിട്ടുണ്ട്. ശരിക്കും ഭയങ്കര എനിക്ക് ടോട്ടലി ഡിസ്റ്റർബിംഗ് ആയിരുന്നു ആ സീൻസ്. ഞാൻ കുറെ നേരം ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്, സത്യമാണ് അത്. അപ്പൊ മാത്രമല്ല ആ സമയത്ത് കുറച്ച് പെയിന്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആളുകൾ അങ്ങനെ ആവും. ഇഷാന ശരിക്കും ആ സീൻസ് എന്താ തോന്നിയിട്ടുണ്ടായിരുന്നത്? ഈ സീൻസ് എല്ലാം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനില്ല അവിടെ, കാരണം ഞാൻ ഈ കഥയുടെ ഭാഗമല്ല. അപ്പോൾ ഞാനും കാണുന്നത് ഒരു ഫസ്റ്റ് ടൈം ഓഡിയൻസ് ആയിട്ടാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ പടം കണ്ടപ്പോൾ ഞാൻ നെട്ടിരിക്കരുത്, ഇത് ഓ മൈ ഗോഡ്, ഇതൊക്കെ ജസ്റ്റ് പുതിയതായിട്ട് ഐഡിയാസ് ആണല്ലോ ഇത്, നമ്മൾ ഒരിക്കലും സിനിമയിൽ കണ്ടിട്ടില്ല ഇങ്ങനത്തെ സീൻസും മറ്റേതൊക്കെ. അപ്പം ഞാനും ഷോക്ക്ഡ് ആയിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം കണ്ടത്. ഇന്നലെ ഞാൻ പടം വീണ്ടും കണ്ടു. ഇന്നലെ കണ്ടപ്പോൾ ഞാൻ കണ്ണു തുറന്നു, അടിപൊളിയോ എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ കണ്ടത് സത്യം പറഞ്ഞ. കാരണം അതിൻ്റെ ഒരു ഒരു പെർഫോമൻസ് ഉണ്ട് അവിടെ, കബീർ സിംഗ് ദുഹാൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട് അവിടെ. അത്രയും ബ്രൂട്ടലായിട്ട് നിൽക്കാൻ, അത്രയും ഉണ്ണിച്ചേട്ടൻ്റെ കൂടെ നിൽക്കാൻ ഒരു പവർ ഹൗസ് ആണ് കബീർ സിംഗ് ദുഹാൻ. അപ്പോൾ ആ പെർഫോമൻസ് ആണ് ഞാൻ ഇപ്രാവശ്യം കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്. അബിയുടെയും ഗ്യാസ് സിലിണ്ടറിന്റെ സീൻ സിലിണ്ടർ സാറിനൊക്കെ വിളിക്കുന്നുണ്ട്, സിലിണ്ടർ സാറിനൊക്കെ വിളിക്കുന്നുണ്ട്. അതൊരു കോംപ്ലിമെന്റ് ആണ് ശരിക്കും. അത്രയും നന്നായിട്ട് ഇവരൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ ഹനീസ് സാറിന്റെ ഒരു വിഷനാണ് ഇതെല്ലാം ഹനീസ് സാറിന്റെ ഒരു വിഷനാണ്. ഇപ്പൊ മ്യൂസിക് ഇതിനെ ചെയ്തിട്ടുള്ള ഒരു എലിവേഷൻ ഉണ്ട്, ഒരു സ്കെയിൽ രവി ബസ് എന്നുള്ള ഒരു ടാലന്റ് കുറെ കാലത്തിന് ശേഷം ഇപ്പൊ അദ്ദേഹം പല സിനിമകളുടെ ഭാഗമാണെങ്കിലും ഇയാളിൽ ഒരു അതിഭയങ്കരമായിട്ടുള്ള സ്റ്റഫ് ഉണ്ട്. നമ്മൾ ഒരിക്കൽ കൂടി KGF ശേഷം എനിക്കൊക്കെ പേഴ്സണലി മാസ്റ്റർ ആയിട്ടുള്ള സിനിമയും കൂടിയാണ്. അതിനിടയ്ക്ക് അദ്ദേഹം സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ എനിക്ക് ഫീൽ ചെയ്ത അതിന്റെ മ്യൂസിക്കിനൊക്കെ ഒരു സാമ്യം ഉണ്ടായിരുന്നു. പക്ഷെ മാർക്കോലി വന്നപ്പോൾ കംപ്ലീറ്റ്ലി വേറൊരു സൗണ്ട് സ്കേപ്പും അല്ലെങ്കിൽ ഒരു സൈബർ പങ്ക് കൈൻഡ് ഓഫ് കുറെ സാധനങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ മ്യൂസിക്കിന് ഇതിനുള്ള കോൺട്രിബ്യൂഷൻ പറ്റിയിട്ട് ഷാൻ എന്നുള്ള ഫിലിം സ്റ്റുഡന്റ് എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഈ പടം എന്നെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഷെരീഫ് ഖാൻ എന്നോട് ആദ്യം പറഞ്ഞത് രവി ബസ്രൂറാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്യുന്നത്. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് ഇതിൽ. രവി ബസ്രൂർ മ്യൂസിക് ചെയ്യാണെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഒരു സ്കെയിൽ മനസ്സിലായത്. ഫസ്റ്റ് ടൈം ഞാൻ മ്യൂസിക് എല്ലാം കേൾക്കുന്നത് ഇവിടെയാണ്, കാരണം ഡബിങ്ങിൻ്റെ സമയത്ത് മ്യൂസിക് ഒന്നുമില്ല. അപ്പോൾ ഞാൻ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഇത് നമ്മൾ യൂഷ്വലി കാണുന്ന രവി ബസ്രൂർ മ്യൂസിക് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വേറെ ഇൻഫ്ലുവൻസസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഹനീഫ് കെയും ഉണ്ണിച്ചേട്ടൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് ഇതിൽ. അപ്പോൾ അതും ഒരു ടീം വർക്ക് ആണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഒരു KGF ലെവൽ മ്യൂസിക് ആണ്, BGM മറ്റേതെല്ലാം. പക്ഷെ വേറെ സ്റ്റൈലും വേറെ ജോണർ, വേറെ അതിൻ്റെ ഒരു കോപ്പി ഒന്നുമില്ല ഇത് അങ്ങനെ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓഡിയൻസ് അനുസരിച്ച് ആരൊക്കെയായിരിക്കും ഈ പടം കാണാൻ പോകുന്നത്, അതനുസരിച്ച് എന്തൊക്കെയോ അവർ ചെയ്തിട്ടുണ്ടെന്നാണ്. ഇപ്പൊ മാർക്കോന് ഒരു രണ്ടാം ഭാഗം ഒരുങ്ങുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. മാർക്കോന്റെ രണ്ടാം ഭാഗത്തിന്റെ ഒരു ടൈലന്റും ഉണ്ട് രസമായിട്ടുള്ളത്. പക്ഷെ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഇഷാന്റെ ക്യാരക്ടറിന് രണ്ടാം ഭാഗത്തിൽ എത്രത്തോളം പ്രോമിനൻസ് ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ അല്ലാത്ത സാധ്യതകളും ഉണ്ട്. അനീഫ് എഴുതുന്നത് പറഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും ഇപ്പൊ മിഗായലിന്റെ ഒരു സ്പിൻ ഓഫ് ആണ് ഇത്, മിഗായലിനൊക്കെ എത്രയോ വലുതാണ് മാർക്കോ, അത് നമുക്ക് പറയാൻ പറ്റില്ല. മാർക്കോ 2-നെ പറ്റിയുള്ള പ്രതീക്ഷകൾ അല്ലെങ്കിൽ മാർക്കോ 2-നെ പറ്റിയുള്ള ആഗ്രഹങ്ങൾ അതൊക്കെ എന്താ? ആഗ്രഹങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അതിന് എനിക്ക് തോന്നുന്നില്ല സ്ക്രിപ്റ്റ് എന്തെങ്കിലും ആയിട്ടുണ്ടെന്ന്. പക്ഷെ പ്രതീക്ഷകൾ ഇതിന് മേലെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ക്യൂബ്സ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതേ ടീമാണെങ്കിൽ പിന്നെ ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഒരു ഡബിൾ ആയിരിക്കണം. കാരണം ഓൾറെഡി മാർക്കോ ഒരു ബെഞ്ച് മാർക്കും ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് മേലെ ഇരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഇതേ ടീമാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സംശയമില്ല. അത് ഇപ്പൊ മറ്റ് സിനിമകളുടെ കൂടി ഭാഗമാണല്ലോ. ഇപ്പൊ പടക്കളത്തിൽ ചെയ്തിട്ടുണ്ട്. മലയാള സിനിമ മൊത്തത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുന്ന MMN-ന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. പിന്നെ അർജുൻ അശോകന്റെ പ്രൊജക്ട് ഉണ്ട്. ഇപ്പൊ ഈ 3 കാര്യങ്ങളെ പറ്റിയിട്ട് എന്തൊക്കെയാ പറയാൻ പറ്റുക? എനിക്ക് ബേസിക്കലി ചെയ്യേണ്ടത് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്, ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് മൂവീസ് ആണ് എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ളത്. കാരണം റിപ്പീറ്റ് അടിക്കാൻ അത് ഓഡിയൻസ് ഇത് ഓൾറെഡി കണ്ടതാണ്. മാർക്കോ ഓഡിയൻസ് കണ്ടത് ഫുൾ കേരളം മൊത്തം ഇന്ത്യ മൊത്തം കാണുന്നുണ്ട് മാർക്കോ. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് എന്തൊക്കെ പിടിക്കാൻ പറ്റും, നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു ഭാഗ്യമാണ്. ഓൾറെഡി മാർക്കോ എൻ്റെ മഹാഭാഗ്യമാണ്. അപ്പോൾ ഇതേ ഒരു ട്രജക്ടറിയിൽ പോയാൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഈ MMN-നെ പറ്റിയിട്ട് എന്താ പറയാൻ പറ്റിയ? ഒന്നും പറയാൻ പറ്റില്ല. ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രം പറയാൻ പറ്റുള്ളൂ. അത് എൻ്റെ ഒരു എനിക്ക് ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് എനിക്ക് കിട്ടുന്നു. അപ്പോൾ ഇപ്പൊ മഹേഷ് നാരായണൻ എന്നുള്ള ഒരു
ആളായിട്ടൊരു ഇന്ററാക്ഷൻ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അതെന്തായിരുന്നു? അദ്ദേഹമായിട്ട് എന്തൊക്കെയാ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്? മഹേഷ് സാറിൻ്റെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ഒന്നും ചോദിക്കാൻ പോയിട്ടില്ല. കാരണം ഓൾറെഡി ഇത്രയും വലിയ പ്രോജക്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ ടെൻഷൻസ് മറ്റേതൊക്കെ ഞാൻ ഒരു ആസ് എ ഫാൻ ഓഫ് സിനിമ ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അത് ഒരു വേറെ ലെവൽ ഇൻ്റലിജൻസ് ആണ് പുള്ളിക്കുള്ളൊരു. ചിലപ്പോൾ ഇത്രയും നാൾ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടും ഒരു ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് നമ്മൾ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. എല്ലാത്തിനും ഒരു ലോജിക്കും എല്ലാത്തിനും ഒരു റീസണിങ് ഉണ്ട്. എങ്ങനെയാ ആ പ്രോജക്റ്റിന്റെ ഭാഗമാവുന്നത്? അത് എനിക്ക് തോന്നുന്നു ആൻറ്റോ സാറ് ആണ് മിക്കായിൽ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അത് ഹനീഫായിട്ട് സംസാരിച്ചിട്ടുണ്ടാകും. പിന്നെ അത് മാർക്കോ കണ്ടിട്ടായിരിക്കും, എനിക്കറിയില്ല. അതെ അതെ, മീൻസ് സ്മോൾ ചെറിയൊരു വേഷമാണ് അത്. പക്ഷേ എവിടെയായിരുന്നു, ഏത് രാജ്യത്തായിരുന്നു? അത് ബാക്കുവിലാണ് നമ്മൾ, അസർബൈജാൻ. എനിക്ക് തോന്നുന്നു ആഫ്റ്റർ ഹരികൃഷ്ണൻസ് അല്ലെങ്കിൽ 2020 ഒക്കെ അവർ ഒന്നിക്കുന്ന ഒരു സിനിമയാണ് രണ്ട് വലിയ ലെജൻസ് എന്ന് പറയുന്നത്. ഈ ഫിലിമോഗ്രഫിയിൽ പിന്നെയും അങ്ങനത്തെ ഒരു സ്പെഷ്യൽ എഡിഷൻ അല്ലേ ഇപ്പൊ ഏറ്റവും വയലന്റ് ആയ സിനിമ. അതിനുശേഷം മോഹൻലാലും മമ്മൂട്ടിയും ഒരേപോലെ അവരുടെ താരങ്ങളെയും അവരുടെ നടന്മാരും ഉപയോഗിക്കാൻ പറ്റാവുന്ന സിനിമ, അത് വല്ലാത്തൊരു ഹൈ തരുന്ന കാര്യമല്ലേ? ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ പടങ്ങളിൽ എനിക്കൊരു സേയിങ് ഉണ്ട്, ആൻറ്റ് ഓൺ ദ വാൾ. ഞാനൊരു ആൻറ്റ് ആണെങ്കിലും ഉറുമ്പാണെങ്കിലും ഞാൻ ഹാപ്പി ആയിരുന്നേനെ. കാരണം ഇതൊരു ആസ് എ ഫാൻ ഓഫ് സിനിമ നമുക്ക് ഇതൊരു ഡ്രീം പ്രോജക്ട്സ് ഒക്കെയാണ്. മാർക്കോ ആൻഡ് ഈ MMN ഇതൊക്കെ ഡ്രീം പ്രോജക്ട്സ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വെരി വെരി ഗ്രേറ്റ്ഫുൾ ഇതൊക്കെ കിട്ടാൻ. ഇപ്പൊ അവര് സെറ്റിൽ കാണിക്കുന്ന ഒരു ഡിസിപ്ലിൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവരിപ്പോഴും അവരുടെ ഒരു സ്റ്റേച്ചർ എത്തിയിട്ടും അവര് നമ്മുടെ ഈ മീഡിയത്തിനോടും അല്ലെങ്കിൽ ഈ ആർട്ടിനോടും കാണിക്കുന്ന ഡെഡിക്കേഷൻ ഒന്നും പറയാൻ പറ്റില്ല, കൺസിസ്റ്റന്റ് ആയിട്ട് അവരിടുന്ന ഒരു ലവ് ഉണ്ടല്ലോ, അത് മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി ഫീൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ആക്ടറിന്റെ ഒരു കരിയർ ബ്ലൂ പ്രിന്റ് ആണ് ഇവരൊക്കെ. ഈ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് അങ്ങനെ ആലോചിക്കാൻ ഒരു ആവശ്യമില്ല. കാരണം ഇവരൊക്കെ ചെയ്തിട്ടുണ്ട്, പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് യാതൊരു അങ്ങനത്തെ ഒരു സംശയങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇവര് ഒരു റെസ്പെക്റ്റ് ഉണ്ട്, എനിക്ക് ഡെഫിനറ്റ്ലി ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ഇത്രയും നാൾ ഈ ഒരു ഫാൻസിൻ്റെ ലവും മീഡിയൻ്റെ ഒരു ലവും അത് ഒരു ലെവലിൽ നിൽക്കാൻ, അത് അവിടെ എത്താൻ മാത്രമല്ല അവിടെ നിൽക്കാനാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. എങ്ങനെ അവിടെ നിന്നു അതാണ് എനിക്ക് പഠിക്കേണ്ടത്. എങ്ങനെ അവിടെ എത്തി, ഇങ്ങനെ അവിടെ നിന്നു എന്നാണ് എനിക്ക്. പടക്കളത്തിൽ എന്താണ് പരിപാടി? പടക്കളം ഒരു കോമഡി, ഫാൻറ്റസി കോമഡി സ്റ്റോറിയാണത്. അപ്പോൾ അതൊരു കോളേജ് ബേസ്ഡ് ആണ്, കോളേജ് ബേസ്ഡ് സ്റ്റോറിയാണ്. കോളേജിൽ നിന്ന് ഒരു നമ്മൾ ചില സ്റ്റുഡൻസ് ഉണ്ട്, അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. ആ ഒരു WWE ബേസ്ഡ് സ്റ്റോറിയാണത്. അത് നമ്മൾ ഷൂട്ടിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല, പക്ഷെ അത് ഒരു അടിപൊളി ഒരു ആക്ഷൻ കോമഡി. ഇതുവരെ ഞാൻ സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ചപ്പോൾ, സ്ക്രിപ്റ്റ് ഉണ്ട് കയ്യിൽ, അപ്പോൾ അത് സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ചപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റോറി ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഒരു ഭയങ്കര ഒരു നോസ്റ്റാൾജിയ, പക്ഷെ അതേ സമയത്ത് ഇന്നത്തെ ഒരു നോസ്റ്റാൾജിയ ഒരു മിക്സ് ആണ് അത്. അപ്പോൾ അത് ഒരു ഭയങ്കര ഒരു എക്സൈറ്റിംഗ് സ്റ്റോറിയാണത്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ നല്ല ഈ ട്രേഡിംഗ് കാർഡ്സ് മറ്റേ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു കുറേ റെഫറൻസസ് ഒക്കെ ഉണ്ട് അതിൽ. അപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ട് ഒരു WWE ഫാനാണ്. എൻ്റെയും ഷിഹാൻ്റെ ഒരു ബോണ്ടിങ് തുടങ്ങിയത് WWE ആണ്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഇതൊരു ഭയങ്കര അടിപൊളിയായിട്ടൊരു പ്രോജക്റ്റ് തോന്നി. അപ്പോൾ അത് ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ല, അപ്പോൾ പക്ഷെ അതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ എല്ലാം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. മാർക്കോ കണ്ടതിന് ശേഷമുള്ള റെസ്പോൺസുകൾ അല്ലെങ്കിൽ ആളുകൾ വിളിച്ചത്, കിട്ടിയ മെസ്സേജുകൾ, അതിൽ നിന്ന് ഓർത്ത് വെക്കുന്ന എന്തെങ്കിലും? മാർക്കോ കഴിഞ്ഞ ഉടനെ ഞാൻ മറ്റു ഷൂട്ടിലേക്ക് കയറിയിട്ടുണ്ടായി. അപ്പോൾ ഞാൻ അതെ ഇന്നലെയാണ് ഞാൻ കൊച്ചിയിലെത്തിയത്. അപ്പോൾ ഇന്നലെയാണ് ഞാൻ അതിൻ്റെ ഒരു റിയാക്ഷൻസ് കാണുന്നത്. അപ്പോൾ ഞാൻ എയർപോർട്ടിലെത്തിയപ്പോൾ ഇമിഗ്രേഷൻ ഓഫീസറാണ് എന്നോട് ചോദിക്കുന്നത്, വിക്ടർ അല്ലേ? അപ്പോഴാണ് ഓ മൈ ഗോഡ്, അതിൻ്റെ ഒരു സന്തോഷം. ഞാൻ അപ്പോൾ തന്നെ ഫാമിലീനെ വിളിച്ച് ഫാമിലീനെ വിളിച്ചപ്പോൾ ഷിഹാനോട് പറഞ്ഞു ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അവരെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും. അതെ അതെ അതെ, ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഇമിഗ്രേഷൻ ഓഫീസർ ഇങ്ങനെ പറയുന്നത്, പക്ഷെ അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈ പോയിന്റ്. എന്നാൽ മാർക്കോ ഒരു ബെഞ്ച് മാർക്കാണ്. ഇനി വരാൻ പോകുന്ന സിനിമകളിലൊക്കെയും നമ്മുടെ ഇന്ത്യൻ സിനിമ ഉറ്റുനോക്കുന്ന സിനിമകളാണ്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ, ഫിലിം സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ വലിയൊരു യാത്ര നടത്താൻ പറ്റട്ടെ. കൺഗ്രാജുലേഷൻസ് ഓൺ മാർക്കോ. 50 crore ക്ലബിലാണ് പടം കയറിയിട്ടുള്ളതാണ് നമ്മുടെ ഇതുവരെ. അപ്പോൾ മറ്റു ഭാഷകളിൽ കൂടി അത് പോകുന്നതോടുകൂടി മലയാളം സിനിമയുടെയും കൂടി യശസ്സാണ് ഉയരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. നേരത്തെ ഒരുപാട് നന്ദി.